Hello, good afternoon. Good afternoon. Good afternoon. Good afternoon, Miss. Good afternoon once again. തുടങ്ങിയാലോ? സൗണ്ട് മ്യൂട്ട് ചെയ്തേക്കട്ടെ. Yes, good afternoon. Good afternoon. Okay. കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ എടുത്തത് എവിടെയാ നിർത്തി വെച്ചേക്കണേ? ഓർമ്മയുണ്ടോ? പറഞ്ഞേ, ഏത് ചാപ്റ്റർ ആണ് എവിടെ വരെ എടുത്തുന്നൊക്കെ ഓർമ്മയുണ്ടാവും? പറയൂ, നിങ്ങൾ പറ. നിങ്ങൾ പറഞ്ഞ് കൺഫേം ചെയ്താലേ എനിക്ക് ക്ലാസ് തുടങ്ങാൻ പറ്റുള്ളൂ. 13th ചാപ്റ്റർ ആണ്. യെസ്, ഇൻഫെക്ഷൻ ഇൻ വെന്റിലേറ്റർ അല്ലേ? അതായത് റിസ്ക്സ് ഓഫ് ബീങ് ഓൺ എ വെന്റിലേറ്റർ. ഒരു വെന്റിലേറ്ററിലാകുമ്പോൾ ഉണ്ടാകുന്ന ചില റിസ്കുകൾ എന്ന് വെച്ചാൽ അതിനകത്ത്, അതായത് വെന്റിലേഷൻ നമുക്കറിയാം നമ്മുടെ ലൈഫിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലൈഫ് സപ്പോർട്ടിങ് മെഷീൻ ആണ് വെന്റിലേറ്റർ എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? അപ്പൊ പക്ഷെ ലൈഫിനെ സപ്പോർട്ട് ചെയ്യുമ്പോഴും അതിൻ്റെതായ, അതില് ഇങ്ങനെ കൂടുതൽ പ്രൊലോങ്ഡ് പീരീഡിലേക്കൊക്കെ കിടക്കുമ്പോൾ അതിൻ്റെതായ ചില പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും പേഷ്യന്റ്. സോ എങ്കിലും നമുക്കറിയാം ആ സമയത്ത് അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആളുടെ ലൈഫാണ്. തീർച്ചയായിട്ടും അന്നേരം അത് നോക്കി നമുക്ക് ഇരിക്കാൻ പറ്റില്ല. ചില കാര്യങ്ങൾ ഇപ്പൊ നമുക്കില്ലേ, ചില മെഡിസിൻസ്, ചില എന്താ പറയാ പ്രൊസീജിയേഴ്സ് ഹോസ്പിറ്റൽസിനകത്ത് ഇറ്റ് മേ ഹാവ് സം സൈഡ് എഫക്ട്സ്. അതിനൊക്കെ സൈഡ് എഫക്ട് ചിലതൊക്കെ ഉണ്ടാകും. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു സമയത്ത്, ആ ഒരു ക്രിട്ടിക്കൽ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഒരാൾക്ക് പേഷ്യന്റ് ഫേസ് ചെയ്യുന്ന സമയത്ത് വി ഹാവ് ടു സേവ് ദെയർ ലൈഫ് അല്ലെ? അവിടെ നമുക്ക് അവരുടെ ജീവൻ പിടിച്ചു നിർത്തുക, സേവ് ചെയ്യുക എന്നുള്ളതാണ് ഹോസ്പിറ്റൽസുകാരുടെ ലക്ഷ്യം. കാരണം ആളുടെ ലൈഫിനെ നമുക്ക് സേവ് ചെയ്യുക എന്നുള്ളതാണ് ഡോക്ടേഴ്സിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയും അതുപോലെ തന്നെയാണ്. വെന്റിലേറ്ററിലും ബീങ് ഓൺ എ വെന്റിലേറ്റർ ദർ ആർ സം റിസ്ക് ഇൻവോൾവ്ഡ്. അതിനകത്ത് കുറെ റിസ്കുകളൊക്കെ ഉണ്ട്, റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അത് ആണ് നമ്മൾ പറഞ്ഞ്, അതിൽ ഒന്നാമത്തെ ഒരെണ്ണം നമ്മൾ പറഞ്ഞു ഇൻഫെക്ഷൻ അല്ലെ? വൺ ഓഫ് ദ മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിസ്ക് ഇൻവോൾവ്ഡ് ഓൺ ബീങ് ഓൺ എ വെന്റിലേറ്റർ ഈസ് ഇൻഫെക്ഷൻ വിച്ച് ഈസ് ഡ്യൂ ടു ദ ബ്രീത്തിങ് ട്യൂബ്. ബ്രീത്തിങ് ട്യൂബ് നമ്മുടെ ഈ ത്രോട്ടിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് അതുകൊണ്ടുണ്ടാകാവുന്ന ഇൻഫെക്ഷൻ ആണ് ഒന്നാമത്തെ കാര്യം. ഇതുവരെയാണ് നമ്മൾ പറഞ്ഞത് അല്ലെ? സോ ഇൻ ദാറ്റ് കേസ് ആ ഒരു ബ്രീത്തിങ് ട്യൂബ് തൊണ്ടയിൽ ഇരിക്കുന്നത് കൊണ്ട് അവിടെ ഈ മ്യൂക്കസ്, കഫം, അതുപോലെ തന്നെ മറ്റ് ഫ്ലൂയിഡ്സ് ഒക്കെ വന്നിട്ട് അടിഞ്ഞുകൂടി അതിങ്ങനെ വിൻഡ് പൈപ്പിന്റെ ഒക്കെ ഉള്ളിൽ കൂടി ഇങ്ങനെ അതിന്റെ ചുറ്റും ഒരുപാട് ജേംസ് ഒക്കെ, ഒരുപാട് അണുക്കളൊക്കെ വന്ന്
എന്താ പറയാ കുന്നുകൂടാൻ പൈലപ്പ് ചെയ്യാനായിട്ട് ആ ബ്രീത്തിങ് ട്യൂബിന്റെ ഇടയിലൊക്കെ വന്ന് കുന്നുകൂടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ജേംസ് മേ മൂവ് ടു അവർ ലങ്സ്. അത് ഇങ്ങനെ പതുക്കെ പതുക്കെ എവിടേക്കും കയറും, നമ്മുടെ ലങ്സിലേക്കൊക്കെ പ്രവേശിക്കാം. അപ്പൊ ഇത് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി റിസ്ക് വിച്ച് കോസസ് ന്യൂമോണിയ. ഇത് ന്യൂമോണിയ പോലുള്ള രോഗങ്ങളിലേക്ക് പോകാനും സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ മാത്രമല്ല സൈനസ് ഇൻഫെക്ഷൻസും ഈ ബ്രീത്തിങ് ട്യൂബ് കൊണ്ട് ഉണ്ടാകാറുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ ബ്രീത്തിങ് ട്യൂബ് സപ്പോർട്ട് ചെയ്തിട്ട് വെന്റിലേഷനിൽ കിടക്കുന്ന പേഷ്യൻസിന് ലൈഫ് സേവ് ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന ചില ഇൻഫെക്ഷൻസ് ആണ്. ഓക്കെ, പ്രസന്റ് ചെയ്തത് കാണുന്നുണ്ടോ? പ്രസന്റ് ചെയ്തപ്പോഴായി പോയല്ലോ, പ്രസന്റേഷൻ പോയല്ലേ? പ്രസന്റ് ചെയ്തേ എന്തൊക്കെയാവോ, പെട്ടെന്ന് ഒരു മുന്നറിയിപ്പില്ലാണ്ട് അങ്ങോട്ട് പോയി. നോക്കട്ടെട്ടോ, കൂടി പ്രസന്റ് ചെയ്തേ അങ്ങനെ വന്നേ. യെസ്, അത് വന്നില്ലേ? ഒരു മുന്നറിയിപ്പില്ല, അതൊക്കെ അങ്ങനെ തന്നെ പ്രസന്റ് ചെയ്തത് പോയി. ആരെങ്കിലും അതിന്റെ ഇടയ്ക്ക് ബിറ്റ്വീൻ എനിക്ക് പ്രസന്റ് ചെയ്തോ? വേറെ ആരെങ്കിലും? അങ്ങനെ വരുമ്പോ അത് പോകാറുണ്ട്. വേറെ സ്റ്റുഡൻസ് ആരെങ്കിലും പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടുന്ന് പ്രസന്റ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കലി കട്ടായി പോകും. അപ്പൊ ഒന്നാമത്തെ ഇൻഫെക്ഷൻ ആണ്. മനസ്സിലായല്ലോ? ഇവിടെ വരെ നമ്മൾ എടുത്തതാണ് അല്ലെ? വായിച്ചു നോക്കിയോ നിങ്ങൾ ഇവിടെ വരെ? വായിച്ചു നോക്കിയിരുന്നു? അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോയോ? ഞാൻ ഇതിനകത്ത് എവിടേക്കാണ് അണ്ടർലൈൻ ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞോ? പറഞ്ഞില്ലെങ്കിൽ പറയാനാ. ഇൻഫെക്ഷൻ എന്ന് പറയുന്ന ആ ഒരു റിസ്കിനകത്ത് വന്നിരിക്കുന്നത് അണ്ടർലൈൻ ചെയ്താണല്ലോ. യെസ്. അപ്പൊ ഇനി അടുത്തത് എന്താ നോക്കി? ഇറിറ്റേഷൻ. നെക്സ്റ്റ് അനദർ ഒരു റിസ്ക് എന്ന് പറയുന്നത് ഒരു തരം ഇറിറ്റേഷൻ ആണ്. ഈ ബ്രീത്തിങ് ട്യൂബ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് കൊണ്ട് എന്താ പറയാ, ഇറ്റ് മേ ഇറിറ്റേറ്റ് ദ ത്രോട്ട്. കാരണം നമുക്കറിയാം, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഇപ്പൊ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും എന്താ പറയാ ഫുഡിന്റെ പാർട്ടിക്കിൾസ് ഒക്കെ തൊണ്ടയിൽ കൊടുക്കുമ്പോ, ഫോർ എക്സാമ്പിൾ ഫിഷിന്റെ ഒക്കെ മുള്ള്, അതുപോലെ തന്നെ മറ്റേതെങ്കിലും സാധനമൊക്കെ തടയുമ്പോ തന്നെ നമ്മള് കുറെ നേരത്തേക്ക് നമുക്ക് ചുമയാണോ എന്തൊക്കെയാവും, ഭയങ്കര അസ്വസ്ഥതകളായിരിക്കും അല്ലെ? തീർച്ചയായിട്ടും അത് നമ്മുടെ ത്രോട്ടിനെയും മാത്രമല്ല, പിന്നെ അതനുസരിച്ച് നമ്മൾ ഇങ്ങനെ ചുമച്ചിട്ട് ലങ്സിനെയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ആൻഡ് ഓൾസോ ഇതിങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ചുമയ്ക്കാനും പറ്റില്ല. കാരണം ബ്രീത്തിങ് ട്യൂബ് ഇങ്ങനെ ഇറക്കി ചേർന്നല്ലോ. ഇറ്റ് വിൽ ബി ഹാർഡ് ടു കഫ്. ചുമയ്ക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. ചുമയ്ക്കണ്ടല്ലോ, ചുമ ഒരു അസുഖമല്ലേ എന്ന് വിചാരിക്കും. പക്ഷെ ചില കാര്യങ്ങളെ നമ്മളുടെ ത്രോട്ട് എന്താ പറയാ റെസിസ്റ്റ് ചെയ്യുന്നത്, പ്രതികരിക്കുന്നത് ഈ ചുമയിലൂടെയാണ് അല്ലെ? ചില കാര്യങ്ങൾക്ക് ഇപ്പൊ നമ്മള് എന്താ പറയാ മൂക്കില് പൊടി പോകുക, അപ്പൊ നമ്മൾ തുമ്മും. അതായത് ആ ഒരു പൊടിയെ പുറന്തള്ളുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു റിഫ്ലക്ഷൻ, അല്ലെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു ആക്ഷൻ ആണ്. നമ്മുടെ ബോഡി അതനുസരിച്ച് പ്രതികരിക്കുന്നതാണത് തുമ്മുക എന്നുള്ളത് അല്ലെ? അങ്ങനെയൊക്കെ കണ്ണില് വിരല് കൊണ്ടാൽ എന്തെങ്കിലും സാധനം പൊടി പോയാൽ കണ്ണുനീര് വരുന്നു, അതൊരു റിഫ്ലക്ഷൻ ആണ്. അതൊരു നമ്മുടെ പൊടിയെ കളയുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പൊടി തട്ടിയപ്പോൾ അതുകൊണ്ടുണ്ടായിരുന്ന ഒരു റിയാക്ഷൻ ആണ്. അതുപോലെ തന്നെ ഈ ത്രോട്ടിനകത്ത് എന്തെങ്കിലുമൊക്കെ കുടുങ്ങിയിരിക്കുമ്പോഴും കഫിങ്ങിന് വരും, അതായത് ചുമയിങ്ങനെ വരും. പക്ഷെ ചുമയ്ക്കാൻ പറ്റില്ല, അത് ചുമയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കും. ബിക്കോസ് ഈ ട്യൂബ് ഇങ്ങനെ വെച്ചേക്കും അല്ലെ? സോ ഇറ്റ്സ് ഓൾസോ ആൻ ഇറിറ്റേഷൻ. ആ പേഷ്യന്റിനെ സംബന്ധിച്ച് അതൊരു ഇറിറ്റേഷൻ ആണ്. അപ്പൊ ഡിഫിക്കൽട്ട് ടു കഫ്, അതായത് നമ്മുടെ ചുമയ്ക്കാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ ആൾക്ക് അനുഭവപ്പെടുന്നു. മനസ്സിലായോ? അപ്പൊ ഇറിറ്റേഷൻ ഈസ് ഓൾസോ അനദർ റിസ്ക് ബീയിങ് ഓൺ എ വെന്റിലേറ്റർ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തേട്ടോ. ഞാൻ ആ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടോ നിങ്ങള്? ബ്ലൂയില് സെലക്ഷൻ വന്നേക്കുന്ന ബ്രീത്തിങ് ട്യൂബ് ക്യാൻ ടാപ്പ് അഗെയിൻസ്റ്റ് ആൻഡ് ഇറിറ്റേറ്റ് ദ ത്രോട്ട് ഓർ ലങ്സ്. ലങ്സിനെയും ത്രോട്ടിനെയൊക്കെ ഈ ബ്രീത്തിങ് ട്യൂബിന്റെ ആ ടാപ്പ് ഇങ്ങനെ എന്താ പറയാ ഇറിറ്റേറ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അടുത്തത് പറയട്ടെ, വോക്കൽ കോഡ് ഇഷ്യൂസ് ആണ്. വോക്കൽ കോഡ് ബ്രീത്തിങ് ട്യൂബ് നമ്മുടെ വോയിസ് ബോക്സ് അല്ലെങ്കിൽ ലാറിങ്സിനകത്തേക്ക് ഇങ്ങനെ എന്താ പറയാ വോക്കൽ കോഡ് ഉൾപ്പെടെയുള്ള ഭാഗത്തേക്കാണ് ഇങ്ങനെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ വോയിസ് ബോക്സിനകത്ത്, അതായത് ലാറിങ്സ് എന്ന് പറയുന്ന വോയിസ് ബോക്സിന്റെ അകത്ത് കൂടി പോയിട്ട് എന്താ പറയാ അതിനകത്ത് കൂടി പോകുമ്പോൾ അതിനകത്ത് നമ്മുടെ വോക്കൽ കോഡും കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. വോക്കൽ കോഡ് നമ്മുടെ സൗണ്ട് വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ദ പേഷ്യന്റ് കനോട്ട് ബി ഏബിൾ ടു സ്പീക്ക്. തീർച്ചയായിട്ടും ആൾക്ക് സംസാരിക്കാനൊന്നും പറ്റൂല. കാരണം ഇത് ഇങ്ങനെ ഇറക്കി വെച്ചേക്കാണല്ലോ. അപ്പൊ വോക്കൽ കോഡിന്റെ അകത്ത് കൂടി കടന്നു പോയിരിക്കുന്നത് കൊണ്ട് നമുക്ക് വർത്താനം പറയാനോ ഒന്നിനും പറ്റുന്നില്ല. അപ്പൊ ബ്രീത്തിങ് ട്യൂബ് എന്തിനേയും കൂടി ഹാം ചെയ്യാം?
എന്തിനേയും കൂടി അത് ചിലപ്പോ ഉപദ്രവകാരിയാകാം, നമ്മുടെ വോയിസ് ബോക്സിനെയും പല രീതിയിലും എഫക്ട് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മൾ പറയും ലൈഫ് സപ്പോർട്ടിംഗ് മെഷീൻ ആണ് വെന്റിലേറ്റർ എന്നുണ്ടെങ്കിലും പക്ഷെ ഇങ്ങനെയുള്ള ചില റിസ്കുകളും അന്നേരം ഉണ്ട്. പക്ഷെ അന്നേരം നമുക്കറിയാം ഈ പറയുന്ന റിസ്കുകളൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ അയ്യോ അങ്ങനെ വരും, അല്ലെങ്കിൽ ഇന്നത് വരും, ജേംസ് ഒക്കെ ഇതിനകത്ത് പൈലപ്പ് ചെയ്യും, അപ്പൊ ഭയങ്കര വേറെ ഇൻഫെക്ഷൻസിലേക്ക് പോകും, സോ വെന്റിലേഷൻ കൊടുക്കണ്ടെന്നല്ല അന്നേരം നമ്മൾ പറയാം. ബിക്കോസ് ആ ഒരു പേഷ്യന്റിന് നമുക്ക് ലൈഫ് പിടിച്ചു നിർത്തണം. ആളുടെ ജീവൻ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ആ ജീവന്റെ തുടിപ്പ് മാത്രമേ ഉള്ളൂ എങ്കിൽ അതിന് നമുക്ക് സേവ് ചെയ്ത് നിർത്തണം. ദർ മേ ബി ചാൻസ് ഓഫ് റിക്കവറി അല്ലെ, തീർച്ചയായിട്ടും ആളുടെ രോഗം ഭേദമാകാനുള്ള ചാൻസുകൾ ഉണ്ടാകുമായിരിക്കാം. അതുകൊണ്ടാണ് വെന്റിലേഷനിൽ അങ്ങനെ കൊടുക്കുക. അപ്പൊ ഇത്ര മണിക്കൂറുകളൊക്കെ വെന്റിലേഷനിൽ കിടത്തിയിട്ട് എന്ത് ചെയ്യുന്നു, ആ വെന്റിലേഷൻ റിമൂവ് ചെയ്തു. കാരണം ആ ഒരു പേഷ്യന്റ് സ്വന്തമായിട്ട് ഹിംസെൽഫ് ഓർ ഹെർസെൽഫ് അവർക്ക് ആ ഒരു ശ്വാസം എടുക്കാനുള്ള ആ ഒരു കേപ്പബിലിറ്റി വരുന്നത് വരെ ആ സപ്പോർട്ട് കൊടുക്കുന്നു എന്നാണ്. പക്ഷെ ചില ആളുകൾക്ക് അത് കുറച്ച് പ്രായമൊക്കെ അധികം ചെന്നവർക്ക്, അല്ലെങ്കിൽ പിന്നീട് ഒട്ടും തന്നെ നമുക്ക് ഹോപ്പ്ലെസ് ആയിട്ടുള്ള ചില പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സപ്പോർട്ടോടുകൂടി ചിലപ്പോൾ മാസങ്ങളൊക്കെ കിടത്തും. ചിലപ്പോ എല്ലാ ആൾക്കാരൊക്കെ എന്താ പറയാ, അവര് നിൽക്കുന്നവര് എന്തെങ്കിലും പ്രതീക്ഷ, ഒരു തുമ്പ് അല്ലെ 1% എങ്കിലും ഇതുണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്ത് വരാനുള്ള സാധ്യതകൾക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇടുക അല്ലെ. ചിലപ്പോ ഒത്തിരി പ്രായം ചെന്നവരൊക്കെ ആണെങ്കിൽ വേറെ വല്ലയിടത്തൊക്കെ പുറത്തൊക്കെ ആയിരിക്കുന്ന ആളുകളൊക്കെ വന്ന് കണ്ട് ചിലപ്പോ അവരെ കൂടി ഒന്ന് കാണിച്ചിട്ട് ആ വെന്റിലേഷൻ സപ്പോർട്ട് നമുക്ക് റിമൂവ് ചെയ്യാമെന്നൊക്കെ ചിലപ്പോൾ ഡോക്ടേഴ്സ് ഒക്കെ സജസ്റ്റ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ ഇത് ഇത്രയൊക്കെ ആണെങ്കിലും ഈ സപ്പോർട്ടൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും അതിനകത്ത് റിസ്കുകളുണ്ട്. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് ആ റിസ്ക് ആദ്യമേ തന്നെ അതിന് പ്രിഫറൻസ് കൊടുത്തിട്ട് വെന്റിലേഷൻ സപ്പോർട്ട് കൊടുക്കാതിരിക്കുക. ക്ലിയർ ആയോ? വോക്കൽ കോർഡ് ഇഷ്യൂസ്. Breathing tube goes through the voice box അല്ലെങ്കിൽ larynx which consists of vocal cord. vocal cord ഉൾപ്പെടുന്ന വോയിസ് ബോക്സിലേക്ക് അല്ലെങ്കിൽ ലാരിങ്സിലേക്ക് എന്ത് ചെയ്യുന്നു, ബ്രീത്തിങ് ട്യൂബ് കണക്ട് ചെയ്യുന്നുണ്ട്. അന്നേരം നമ്മുടെ പേഷ്യന്റിന് വെന്റിലേറ്ററിൽ കിടന്നുകൊണ്ട് ഈ സാധനം ഇങ്ങനെ വരച്ചുകൊണ്ടുകൊണ്ട് സ്പീക്ക് ചെയ്യാൻ സംസാരിക്കാനും പറ്റില്ല. അത് അവരുടെ വോയിസ് ബോക്സിനെയും പല രീതിയിലും ഹാം ചെയ്യാൻ സാധ്യതയുണ്ട്. മനസ്സിലായോ? ആദ്യത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. വോക്കൽ കോർഡ് എന്ന് പറയുന്നത് വരെ അണ്ടർലൈൻ ചെയ്യാം. A breathing tube goes through the voice box or larynx, which consists of vocal cord. Clear ആയോ? യെസ്, അടുത്ത പറഞ്ഞോട്ടെ. അടുത്തത് പൾമനറി എഡിമ. പൾമനറി എഡിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the air sacs filled in the lungs, അതായത് നമ്മളുടെ ഈ വായു അറകളൊക്കെ ഉണ്ടല്ലോ അതിനകത്തൊക്കെ പല ഫ്ലൂയിഡ് ഒക്കെ വന്ന് ഫില്ലപ്പ് ചെയ്യുന്ന ഒരു അവസ്ഥ, അതാണ് പൾമനറി എഡിമ എന്ന് പറയുന്നത്. അപ്പൊ ഈ നമ്മുടെ ഈ ലങ്സിനകത്ത് ഉള്ള കുറച്ച് എയർ സാക്സ്, ഈ വായു അറകളുണ്ട്, വായു ഇങ്ങനെ ചെന്നിട്ട് ചുരുങ്ങിയ കോൺട്രാക്ഷനും എന്താ പറയാ എക്സ്റ്റൻഷനും ഒക്കെ എക്സ്പാൻഷനും ഒക്കെ വരുന്ന ആ ഒരു സ്ഥലം, ആ വായു അറകളിലേക്ക് എന്ത് ചെയ്യും, പലതരത്തിലുള്ള ഫ്ലൂയിഡ് എന്നാണ് കേട്ടോ. ഫിൽഡ് അപ്പ് വിത്ത് ഫ്ലൂയിഡ് എന്നാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് ആണെന്ന് നോക്കിയേക്കണേ. FIN എന്ന് പറഞ്ഞൊരു വേർഡ് അവിടെ കിടക്കുന്നുണ്ട്, അത് മാറ്റി അവിടെ ഫ്ലൂയിഡ് എന്ന് ആക്കിയിട്ടുണ്ടോ നോക്കിയേ. ടെക്സ്റ്റ് ബുക്കിൽ ഫ്ലൂയിഡ് തന്നെയാണോ നോക്കിയേ. ആണ്, ഫ്ലൂയിഡ് ആണല്ലേ. ഓക്കെ, തിരുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ആയിരിക്കും. നമ്മുടെ ഇവിടുത്തെ നോക്കണ്ട, നിങ്ങൾ അവിടെ ഫ്ലൂയിഡ് ഉണ്ടെന്നാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ മാറ്റണം കേട്ടോ. അല്ലെങ്കിൽ അവിടെ കിടക്കുന്ന ഫ്ലൂയിഡ് ആണ്, FIN എന്ന് പറഞ്ഞ വീടെല്ലാം. അപ്പൊ ഈ എയർ സാക്സ്, അത് നമ്മുടെ ലങ്സിനകത്തുള്ള എയർ സാക്സിനകത്ത് പലതരത്തിലുള്ള ഫ്ലൂയിഡ്, നമ്മുടെ ബോഡിക്കകത്ത് ഒരുപാട് ഫ്ലൂയിഡ്സ് ഒക്കെ ഉണ്ടല്ലോ, അത് വന്ന് ഫില്ലപ്പ് ചെയ്യും. ആ ഒരു അവസ്ഥ അങ്ങനെയും ഈ പറയുന്ന വെന്റിലേറ്റർ സപ്പോർട്ടിലുള്ള പേഷ്യൻസിന് വരാൻ സാധ്യതയുണ്ട്. ആ ഒരു അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൾമനറി എഡിമ എന്ന് വിളിക്കുക. ഓക്കെ, മനസ്സിലായോ? അത് അങ്ങനെ തന്നെ അണ്ടർലൈൻ ചെയ്യണം അല്ലെ. ഡാഷ് ഈസ് ദ ഫില്ലിംഗ് അപ്പ് ഓഫ് ഫ്ലൂയിഡ്സ് ഇൻ ദ എയർ സാക്സ് ഇൻ ദ ലങ്സ്. ലങ്സിലെ എയർ സാക്സിലെ ഫ്ലൂയിഡ്സ് ഫില്ലപ്പ് ചെയ്യുന്ന ആ ഒരു അവസ്ഥ, അതാണ് പൾമനറി എഡിമ എന്ന് വിളിക്കുക. അതൊന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. ഫിന്നെന്ന് മാറ്റി ഫ്ലൂയിഡ് എന്ന് തന്നെ ആക്കിയിട്ട് വേണം, ആക്കി ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇനി ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അവിടെ മാറ്റുക കേട്ടോ. അടുത്ത പറയട്ടെ, ബ്ലഡ് ക്ലോട്ട്സ്. ഇനി ഒരേ സെയിം പൊസിഷനിൽ തന്നെ വെന്റിലേഷനിൽ കിടക്കുന്ന പേഷ്യൻസിന് നമുക്ക് അങ്ങോട്ട് തിരിച്ചു കിടത്താനോ ഇങ്ങോട്ട് മറിച്ചിടാനോ കിടത്താനൊന്നും പറ്റില്ല. സോ വെൻ ദേ ആർ ലൈങ് ഇൻ എ സിമിലർ പൊസിഷൻ, എപ്പോഴും ഇങ്ങനെ ഒരേ പൊസിഷനിലായിരിക്കും അവരങ്ങനെ കിടക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇറ്റ് മേ ഇംപ്രൂവ് ദ ചാൻസ് ഓഫ് ബ്ലഡ് ക്ലോട്ടിങ്, അതായത് ബ്ലഡ് ക്ലോട്ട് ആകാനായിട്ടുള്ള സാധ്യത, ബ്ലഡ് ഇങ്ങനെ കട്ട പിടിക്കുക, ക്ലോട്ട് ആകുക, അങ്ങനെ ആ ഒരു രീതിയിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതും മറ്റൊരു
ഇഷ്യൂ ആണ് ഏത് വെന്റിലേറ്ററിലായിട്ടുള്ള പേഷ്യൻസിനെ സംബന്ധിക്കാൻ. മനസ്സിലായോ? ലൈങ് ഓൺ സെയിം പൊസിഷൻ ഫോർ എ ലോങ് പീരീഡ്. ഓക്കെ, ഒരുപാട് സമയമാണ്. കാരണം വെന്റിലേഷനിൽ എത്ര നേരം കിടക്കേണ്ടി വരും എന്നൊന്നും അറിയില്ല. അപ്പൊ ദിവസങ്ങളോടോ മാസങ്ങളോടോ കിടന്ന് ഇങ്ങനെ പുറത്തൊക്കെ ബാക്ക് പൊസിഷനിലൊക്കെ ഒരുപാട് ബ്ലഡ് ക്ലോട്ട്സ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് വെന്റിലേഷൻ എന്ന് പറയുന്നതിൽ ബ്ലഡ് ക്ലോട്ട്സിനുള്ള റിസ്ക്കും അത്രയും ഉണ്ട് എന്നാണ് പറയാ. ക്ലിയർ ആയോ? ബ്ലഡ് ക്ലോട്ട് ഫോമിങ് മനസ്സിലായല്ലോ? നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വെന്റിലേറ്റഡ് പേഷ്യൻസിനെ സംബന്ധിക്കുന്ന എന്തായിരുന്നു റിസ്കുകളാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ. 13ാമത്തെ ചാപ്റ്ററാണ്. ഫസ്റ്റ് മൊഡ്യൂളില് വെന്റിലേറ്റർ. ഓക്കെ, ഫസ്റ്റ് മൊഡ്യൂളില് ലാസ്റ്റ് ചാപ്റ്റർ വെന്റിലേറ്റർ ആണ്. ഓൾമോസ്റ്റ് തീരാറായിക്കൊണ്ടിരിക്കുകയാണ് ചാപ്റ്റർ. ഓക്കെ കേട്ടാ, ആരോ വൈകി കയറിയ ആളോടാണ് പറയുന്നത്. അടുത്തത് സെഡേഷൻ റിലേറ്റഡ് ഡിമെൻഷ്യ. അടുത്തത് എന്താ? സെഡേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡിമെൻഷ്യ. അതായത് ചിലപ്പോഴൊക്കെ ഈ വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിന് സെഡേഷൻസ് ഒക്കെ കൊടുക്കാറുണ്ട്. മറ്റേതെങ്കിലും തരത്തിലുള്ള മെഡിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ വെന്റിലേറ്ററിൽ കിടക്കുന്ന ട്യൂബ് ഒക്കെ ആയിട്ട് കിടക്കുന്ന പേഷ്യൻസിനൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തുണ്ടാകും? ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ എന്താ? ഓർമ്മക്കുറവ്. അതായത് അവരുടെ ഓർമ്മ ഇതൊക്കെ നശിച്ചു പോവുക, അത് ഓർത്തെടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ അതൊക്കെ മാറിപ്പോവുക. സ്മൃതി എന്താ പറയാ അതിന്റെ മലയാളം? സ്മൃതിനാശം. അതാണ് ഡിമെൻഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മൃതിനാശം, ഓർമ്മ നഷ്ടപ്പെടുക. അത് അത്രേ ഉള്ളൂ. മനസ്സിലായോ? കുറെ സെഡേഷൻസ് കൊടുത്ത് അപ്പൊ അങ്ങനെ വരുമ്പോ ഈ കുറച്ച് ഈ ബ്രീത്തിങ് ട്യൂബ് ഒക്കെ ഇറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ എന്തെങ്കിലും മെഡിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സെഡേറ്റീവ്സ് കൊടുത്തോ ഇതിന്റെയൊക്കെ ഫലമായിട്ട് ആ പേഷ്യൻസിന് എന്തൊക്കെ സാധ്യതയുണ്ട്? സ്മൃതിനാശത്തിന് വരെ സാധ്യതയുണ്ട്. അതായത് നമ്മളുടെ ഡിമെൻഷ്യ, അതായത് സെഡേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡിമെൻഷ്യക്ക് സാധ്യതയുണ്ട്. ഓർമ്മക്കുറവ് അല്ലെങ്കിൽ സ്മൃതി നാശം വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. മനസ്സിലായോ ആ പോയിന്റ്? മലയാളത്തിലൊന്ന് എഴുതി വെച്ചേക്കട്ടാ. ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ സ്മൃതി നാശം, ഓർമ്മ നഷ്ടപ്പെടൽ. ഒന്ന് മലയാളത്തിൽ അവിടെ എവിടെയെങ്കിലും എഴുതി വെച്ചേക്കുക. പിന്നീടൊക്കെ എടുത്ത് വായിക്കുമ്പോ പെട്ടെന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ്. അത്രേ ഉള്ളൂ. വെന്റിലേഷനിൽ കിടക്കുന്ന പേഷ്യൻസിന് ഏതെങ്കിലും തരത്തിലുള്ള മെഡിക്കേഷൻസോ സെഡേറ്റീവ്സോ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അവർക്ക് ബ്രീത്തിങ് ട്യൂബ് ആണല്ലോ ഇട്ടിരിക്കുന്നത്. അപ്പൊ അവർക്ക് അങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെ ഇവർക്ക് വരാൻ സാധ്യതയുള്ള ചില റിസ്കുകളാണ്. അതിലൊന്നാണ് സെഡേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡിമെൻഷ്യ. ഓക്കെ, അതെ. ലോസ് ഓഫ് മെമ്മറി അല്ല, അതെ എന്താ പറഞ്ഞ? സ്മൃതി നാശം, ഓർമ്മ നഷ്ടപ്പെടുന്നത്. ഞാൻ എന്താ പറഞ്ഞേ? ഓർമ്മക്കുറവ് അല്ലെ? അതല്ല, ഓർമ്മക്കുറവല്ല. ഓർമ്മക്കുറവ് എന്ന് പറഞ്ഞാൽ വ്യത്യാസം ഉണ്ടല്ലേ രണ്ടും? ഓർമ്മ അങ്ങനെ വ്യത്യാസം ഉണ്ടാവും. മലയാളത്തിലൊന്നും ആലോചിക്കുക അല്ല, മലയാളം വേർഡേ ഓർമ്മക്കുറവും സ്മൃതി നാശം രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലേ? എനിക്കറിയില്ലാണ്ട് ഞാൻ ചോദിക്കുന്നതാണ്. മലയാളം വേർഡ് കറക്റ്റ് അക്യുറേറ്റ് മീനിങ്ങില് അങ്ങനെ തമ്മിൽ വ്യത്യാസം ഉണ്ടെന്നാണോ പറഞ്ഞേ? പറഞ്ഞാണ് എനിക്കൊക്കെ പറഞ്ഞ, അതുകൊണ്ടാണ് ചോദിക്കണേ. ഓർമ്മക്കുറവ് ഓർമ്മക്കുറവ് അല്ല, ശരിയാണ്. ഓർമ്മക്കുറവ് എന്ന് പറയുന്നതും ഓർമ്മ നഷ്ടപ്പെടൽ എന്ന് പറയുന്നത് വ്യത്യാസം ഉണ്ടെന്ന് അല്ലേ? അതിൽ പറഞ്ഞത് പറഞ്ഞാളൊന്നുകൂടി ഒന്ന് ഉറപ്പിച്ച് പറയുമോ? പോയാ അത് പറഞ്ഞിട്ട് പോയാ? സെയിം അല്ലേ എന്നാണ്? അല്ലേ? അങ്ങനെ സെയിം അല്ലേ എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞപ്പോ സെന്റൻസിൽ എവിടെയോ ഒരു പ്രാവശ്യം ഓർമ്മക്കുറവെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ തന്നെ മാറ്റി ഓർമ്മ നഷ്ടപ്പെടൽ എന്നാക്കി. രണ്ടും ഒന്ന് തന്നെ അല്ല തോന്നുന്നു. ഇല്ല ആവട്ടെ, എന്തായാലും മനസ്സിലായല്ലോ. അതായത് നമ്മളുടെ ഓർമ്മ നഷ്ടപ്പെട്ടു പോകുക, അതാണ്. കുറവായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നു എനിക്കറിയില്ല. അത് പെട്ടെന്ന് വന്നപ്പോ അത് പറഞ്ഞു, പക്ഷെ അപ്പൊ തന്നെ മാറ്റി പറഞ്ഞു. സെയിം ആണല്ലേ? ഓക്കെ, ശരി. ആരൊക്കെ സെയിം അല്ല എന്ന് പറഞ്ഞ? ഓർമ്മക്കുറവല്ല, സ്മൃതി നാശം. ഓർമ്മയിൽ നിന്നും പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോകുന്നതും. ശരി അല്ല, അതേ കണ്ടോ, ശ്രീജ പറയുന്നു സെയിം അല്ല എന്ന്. അപ്പൊ ശരി, മനസ്സിലായല്ലോ. രണ്ട് ഓർമ്മക്കുറവ് ഇട്ടല്ലേ? അത് വേണ്ട, ഓർമ്മക്കുറവ് വേണ്ട കേട്ടാ. ഓർമ്മക്കുറവ് പല കാരണങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടാകും. ഇപ്പൊ ഈ പ്രായമൊക്കെ ചെല്ലുമ്പേ ശരിയാണ്, പ്രായം ചെല്ലുമ്പോ ഉണ്ടാകുന്ന
അതാണ് നമ്മളുടെ പണ്ടത്തെ കാര്യമൊക്കെ ചിലപ്പോൾ നമുക്ക് ഓർക്കാൻ പറ്റില്ല. ഇപ്പൊ ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിരുന്നപ്പോ എന്തൊക്കെ കാണിച്ചു കൂട്ടിയിരുന്നു, അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു നമ്മുടെ സ്വഭാവ രീതികൾ ചിലപ്പോ നമുക്ക് ഓർത്തെടുക്കാനായിട്ട് പറ്റില്ല അല്ലെ. അതൊക്കെ ഇങ്ങനെ മറന്നു പോകും. പക്ഷെ ചില ആളുകൾക്ക് അത് നല്ല കറക്റ്റ് ആയിട്ട് ഓർമ്മയിൽ എപ്പോഴും തന്നെ ഉണ്ടായിരിക്കും. ഓർമ്മ അതന്നെ, സ്മൃതി നാശം, അതന്നെ ഓർമ്മ നശിച്ചു പോകുന്ന ഒരവസ്ഥ. അതെ. യെസ്. അടുത്തത് ഫ്ലൂയിഡ് ഓവർലോഡ് ആണ്. അടുത്ത ഫ്ലൂയിഡ് ഓവർലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഈ മരുന്നുകളൊക്കെ ഇങ്ങനെ ഇഞ്ചെക്ട് ചെയ്തുകൊണ്ടും പല രീതിയിൽ കൊടുത്തുകൊണ്ടിരിക്കുമല്ലോ. അപ്പൊ ഈ ഡ്രഗ്സ് ടോക്സിസിറ്റി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരുപാട് മരുന്നുകൾ ഇങ്ങനെ കൊടുത്ത് പല മരുന്നുകളൊക്കെ മിക്സ് ചെയ്ത് ചിലപ്പോൾ ഒരു മരുന്നിന്റെ പിന്നാലെ മറ്റൊരു മരുന്ന്, ചിലപ്പോൾ അതൊക്കെ തമ്മിൽ ചേരൊന്നുമില്ല, പക്ഷെ എങ്കിലും ഒരു ലൈഫ് നമുക്ക് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ വേണ്ടി വരും. അപ്പൊ അത് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്നത് കൊണ്ട് ഇറ്റ് മേ കോസ് റിനൽ ഫെയിലിയർ, നമ്മുടെ കിഡ്നി ഫെയിലിയറിലേക്കൊക്കെ സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ ഫ്ലൂയിഡുകൾ ഒരുപാട് ഓവർലോഡ് ആയിട്ട് കൊടുക്കുമ്പോൾ ലൈക്ക് ഡ്രഗ് എന്താ പറയാ കൂടുതൽ ഇൻഫ്യൂഷൻസ് ഓഫ് ഡ്രഗ്സ്, ഒത്തിരി ഡ്രഗ് ഇൻഫ്യൂസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ അതുപോലെ തന്നെ ഉണ്ടാകാവുന്ന ഒരു സാധ്യതയാണ് എന്ത് റിനൽ ഫെയിലിയർ, കിഡ്നിക്ക് എന്താ പറയാ ചില പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നമ്മൾ തന്നെ മരുന്ന് കഴിക്കുമ്പോഴേ ചില മരുന്നുകൾ ആൾക്കാരുള്ളൂ ഇതിങ്ങനെ കുറെ കഴിച്ച് കഴിഞ്ഞാൽ കിഡ്നിക്ക് കംപ്ലൈന്റാ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. ചില ആളുകള് റെഗുലർ ആയിട്ട് സ്ഥിരമായിട്ട് കഴിക്കുന്ന മരുന്നുകളൊക്കെ ഉണ്ടാവും, ഇപ്പൊ കൊളസ്ട്രോളിന്റെയോ ഷുഗറിന്റെയോ ഒക്കെ. അപ്പൊ ഇതിങ്ങനെ കുറെ കഴിയുമ്പോ പറയില്ലേ ആൾക്കാർ പറയുന്നത് കഴിക്കാണ്, പക്ഷെ കിഡ്നിക്കൊക്കെ പ്രശ്നം വരുന്ന സാധനമാണ്, എല്ലാ ദിവസവും റെഗുലർ ആയിട്ട് നമ്മൾ കഴിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞു കേട്ടില്ലേ. അപ്പൊ അതുപോലെ ഇത് ഇവിടെ ഇങ്ങനെ ഒരു ഇതില്ലാതെ കിടക്കുന്ന ഒരേ പൊസിഷനിൽ കിടക്കുന്ന ആൾക്ക് ഇതുപോലുള്ള ഇൻഫ്യൂഷൻസ് ഓഫ് ഡ്രഗ്സ് കൂടുതൽ കൊടുത്തുകൊണ്ട് അത് ആൾക്ക് കിഡ്നി ഫെയിലിയർ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതും ഒരു കോസാണ്, അതും ഒരു റിസ്ക് ആണ്, വെന്റിലേറ്ററിലുള്ള പേഷ്യന്റിനെ അനുഭവിക്കേണ്ടി വരുന്ന ഒരു റിസ്ക് ആണ്. മറ്റൊന്ന് ലങ് ഇഞ്ചുറിയാണ്. ലങ് ഇഞ്ചുറി അതായത് കൂടുതൽ എന്താ പറയാ ഈ ഇതുപോലെ തന്നെ വെന്റിലേറ്ററിൽ കിടക്കുന്ന ആളുകൾക്ക് അവരുടെ ലങ്സിന് ഡാമേജ് വരാനായിട്ട് പല സാധ്യതകളും ഉണ്ട്. അത് ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അങ്ങനെ ഒരു ലങ് ഇഞ്ചുറി വരാനുള്ളത് എന്നുള്ളത്, ലങ് ഡാമേജ് വരാനുള്ള സാധ്യതകൾ ഉള്ളത് ഇവിടെ 3 കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, നമ്മുടെ എയർ പ്രഷർ, അതായത് നമ്മുടെ ഈ നോർമൽ ലിമിറ്റിലല്ലാത്ത രീതിയിലാണ് ഇത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ആൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ബ്രീത്തിങ് ട്യൂബിലൂടെ അല്ലെ. അപ്പൊ ഒരു നോർമൽ രീതിയിലല്ല. ഇപ്പൊ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ എങ്ങനെ ശ്വാസം എടുക്കുന്നു അതിനേക്കാൾ കുറച്ചും കൂടി പ്രഷർ കൂട്ടിയാണ് എന്ത് ചെയ്യുന്നത് ലങ്സിലേക്ക്, ഈ ഒരു നോർമൽ ലിമിറ്റിനേക്കാൾ കൂടുതൽ എയർ പ്രഷർ ആണ് ഇവരുടെ ലങ്സിലേക്ക് ചെല്ലുന്നത്. അതൊരു കാരണമാണ്. അപ്പൊ അവർക്കിടെ ലങ്സിന് ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ ശ്വാസം എടുക്കുന്നതും നമ്മൾ ഒരാളിലേക്ക് ശ്വാസം എന്ന് പറയുന്ന ആ ഒരു സാധനം ഫോഴ്സ് ചെയ്ത് പ്രഷർ ചെയ്ത് കൊടുക്കുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ. അപ്പൊ തീർച്ചയായിട്ടും അതൊരു കാരണമാകാം, ലങ് ഡാമേജിന് അല്ലെങ്കിൽ ലങ് ഇഞ്ചുറിക്ക് കാരണമാകാം. ഏതാണത് കാരണം? എയർ പ്രഷർ ഇൻ ടു ലങ്സ് ഗോയിങ് ബിയോണ്ട് ദ നോർമൽ ലിമിറ്റ്, സാധാരണ ലിമിറ്റിൽ നിന്ന് കൂടുതൽ എയർ പ്രഷർ ആണ് ലങ്സിലേക്ക് പ്രവേശിക്കുന്നത് കൊണ്ട് ഉണ്ടാകാവുന്ന ഡാമേജ്. ദാറ്റ് വിൽ ബി വൺ റീസൺ, അതൊരു റീസൺ ആകാം. പിന്നെ മറ്റൊന്ന്, എയർ സീപ്പ് ഇൻ ടു ദ സ്പേസ് ബിറ്റ്വീൻ ദ ലങ് ആൻഡ് ചെസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ ലങ്സിന്റെയും ചെസ്റ്റിന്റെയും ഇടയിൽ ഒരു സ്പേസ് ഉണ്ട്, അവിടേക്ക് എയർ ഇങ്ങനെ എന്താ പറയാ വായു ഇങ്ങനെ ഉള്ളിലേക്ക് ആ ഭാഗത്തേക്ക്, ആ വേക്കന്റ് ആയി കിടക്കുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ എന്താ പറയാ കയറിപ്പോകും. അങ്ങനെ വരുമ്പോ ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങൾ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂമോതൊറാക്സ് എന്നാണ് വിളിക്കുക. എന്താണ്? എൻട്രിങ് ഓഫ് എയർ ഇൻ ബിറ്റ്വീൻ ദ ചെസ്റ്റ് വാൾ ആൻഡ് ലങ്സ്, ലങ്സിന്റെയും ചെസ്റ്റ് വാളിന്റെയും സ്പേസിലേക്ക് എയർ ലീക്ക് ആണ്. ആ ഒരു കാര്യം, ആ ഒരു അവസ്ഥയാണ് നമ്മൾ ആ ഒരു കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ന്യൂമോതൊറാക്സ് എന്ന് പറയുന്നത് കേട്ടോ. അതും ഇതിന് കാരണമാകാം, ലങ്സിന്റെ ഇഞ്ചുറിക്ക്, ലങ്സ് ഡാമേജിന് റീസൺ ആകാം. ആൻഡ് അവസാനത്തേത് ഓക്സിജൻ ടോക്സിറ്റി ആണ്. ദാറ്റ് മീൻസ് ടു മച്ച് ഓഫ് ഓക്സിജൻ ഇൻ ദ ലങ്സ്. അധികമായി കഴിഞ്ഞാൽ അമൃത വിഷാണെന്ന് പറയുന്നത് പോലെ ടു മച്ച് ഓഫ് ഓക്സിജൻ കണ്ടന്റ് ഇൻ ദ ലങ്സ്, അത് ഓക്സിജൻ ടോക്സിറ്റി ഉണ്ടാക്കും. ഇറ്റ് മേ ഓൾസോ റിസൾട്ട് ഇൻ ദ ലങ്സ് ഡാമേജ്. ഇതും ഇതിലേക്ക് കാരണമാകാം, ലങ് ഡാമേജിന് കാരണമാകാം. അപ്പോ ലങ് ഇഞ്ചുറി, ലങ് ഡാമേജും ഈ പറയുന്ന വെന്റിലേറ്റഡ് പേഷ്യൻസിന് വരുന്ന റിസ്കുകളാണ്. ഇറ്റ് മേ ബി ഡ്യൂ ടു സം റീസൺസ്, അതിന് താഴെ പറയുന്ന കുറച്ച് കാരണങ്ങൾ ഉള്ളത് കൊണ്ടാണ് ആ ലങ് ഡാമേജ് വരിക. ഒന്നാമത്തേത് എയർ പ്രഷർ ഇൻ ടു ദ ലങ്സ് ബിയോണ്ട് ദ നോർമൽ ലിമിറ്റ്, നോർമൽ ലിമിറ്റിനേക്കാൾ കൂടുതൽ പ്രഷറിലെ എയർ ലങ്സിലേക്ക് പ്രവേശിക്കുന്നത് കൊണ്ടാകാം. അല്ലെങ്കിൽ നമ്മുടെ എയർ സീപ്സ് ഇൻ ബിറ്റ്വീൻ ദ ലങ്സ് ആൻഡ് ചെസ്റ്റ് വാൾ, ചെസ്റ്റ് വാളിന്റെയും ലങ്സിന്റെയും ഇടയിലേക്ക് എയർ സീപ്പ് ചെയ്യുന്നത് കൊണ്ടാകാം, ലൈക്ക് ന്യൂമോതൊറാക്സ്. ആൻഡ് അല്ലെങ്കിൽ മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഓക്സിജൻ ടോക്സിറ്റി ആണ്. ദാറ്റ് മീൻസ് ടു മച്ച് ഓഫ് ഓക്സിജൻ ഇൻ ലങ്സ്. ഈ കാരണങ്ങൾ കൊണ്ടാകാം. മനസ്സിലായോ?
ഓക്കെ, അപ്പൊ നമ്മള് എക്സാംസിന് ചോദിക്കുമ്പോ റിസ്ക് ഓൺ എ വെന്റിലേറ്ററിൽ ആകുമ്പോൾ ഉണ്ടാകുന്ന റിസ്കുകൾ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ പഠിക്കണം: ഇൻഫെക്ഷൻ, ഇറിറ്റേഷൻ, വോക്കൽ കോഡ് ഇഷ്യൂസ്, പിന്നെ പൾമനറി എഡെമ, ബ്ലഡ് ക്ലോട്ട്സ്, ദെൻ സെഡേറ്റീവ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിമെൻഷ്യ, ഫ്ലൂയിഡ് ഓവർലോഡ് ആൻഡ് ലങ് ഇഞ്ചുറി. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അതിന് താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് ബീങ് ഓൺ എ വെന്റിലേറ്റർ റിസ്ക് വന്നിരിക്കുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ ആ ഒരു ബോൾഡ് ചെയ്തിരിക്കുന്ന പോയിന്റിന്റെ ആദ്യത്തെ ഭാഗമാണ് നിങ്ങൾക്ക് ആൻസേഴ്സ് ആയിട്ട് വരുന്നത്. ഇതിന്റെ ഉള്ളിൽ നിങ്ങളോട് അണ്ടർലൈൻ ചെയ്താൽ പറഞ്ഞ കാര്യവും നിങ്ങൾ അതിന്റെ ഒപ്പം തന്നെ പഠിക്കണം. മനസ്സിലായോ? മനസ്സിലായില്ലേ? ഇനി അണ്ടർലൈൻ ചെയ്യേണ്ടത് ഇതൊന്നും അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഈ സെഡേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡിമെൻഷ്യ എന്താണ്, അത് വരാനുള്ള കാരണം അതാണ്. അത് സെഡേറ്റീവ്സും മെഡിക്കേഷൻസും ഇൻഡിവിജ്വലിലേക്ക് കൂടുതൽ കൊടുക്കുമ്പോൾ വെന്റിലേറ്ററിലാകുന്ന പേഷ്യൻസിന് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് സെഡേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡിമെൻഷ്യ, ഓർമ്മ നാശം, സ്മൃതി നാശം. ഇനി അണ്ടർലൈൻ ചെയ്യേണ്ടത് ഈ 3 പോയിന്റ് ആണ് അല്ലെ. ലങ് ഇഞ്ചുറി അല്ലെങ്കിൽ ലങ് ഡാമേജിന്റെ റീസൺസ്, ആ 3 പോയിന്റ് അതുകൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, കഴിഞ്ഞല്ലോ? അണ്ടർലൈൻ ചെയ്തില്ലേ? Then ഇനി അടുത്ത നമുക്ക് പഠിക്കാം who are the responsible professionals or staff to attend the patient on a mechanical ventilator. ഒരു മെക്കാനിക്കൽ വെന്റിലേറ്ററിനകത്ത് കിടക്കുന്ന പേഷ്യൻസിനെ അറ്റൻഡ് ചെയ്യേണ്ടത് ആരൊക്കെയാണ് അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ. അപ്പൊ മെക്കാനിക്കൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ സപ്പോർട്ടോടെ ജീവിക്കുന്ന ആൾക്ക് എന്തൊക്കെ കെയർ ടേക്കേഴ്സ് ആണ്, അല്ലെങ്കിൽ ആരൊക്കെയാണ് അവരെ നഴ്സ് ചെയ്യാനായിട്ട്, അവരെ നോക്കാനായിട്ടൊക്കെ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ലൈക്ക് ഫിസിഷ്യൻസ് വേണം. പിന്നെ അനസ്തെറ്റിസ്റ്റ്, അത് ആവശ്യമുള്ളപ്പോൾ അവർക്ക് അനസ്തേഷ്യോ മറ്റൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരെങ്കിൽ അവരും അവിടെ കെയറിങ്ങിന് ആവശ്യമുള്ളതാണ്. പൾമിനറി സ്പെഷ്യലിസ്റ്റ്, നമ്മുടെ ലങ്സുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കണമെങ്കിൽ പൾമിനറി സ്പെഷ്യലിസ്റ്റുകൾ വേണം. ഫിസിയോതെറാപ്പിസ്റ്റുകൾ അതുപോലെ തന്നെ നമുക്കറിയാം ഇങ്ങനെ കിടക്കാണല്ലോ, അനങ്ങാതെ കുറെ നാളുകളൊക്കെ കിടക്കുമ്പോൾ, ചിലപ്പോൾ കുറെ അധികം ദിവസമൊക്കെ കിടക്കുമ്പോൾ അവരുടെ ബോഡിയുടെ ബാക്കിയുള്ള പാർട്സ് ഓഫ് ബോഡിയൊക്കെ ഫങ്ഷനിങ് ഒക്കെ ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കും. കുറെ ഇങ്ങനെ സമയം ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുന്നത് കൊണ്ട് പിന്നെ അത് പ്രോപ്പർ ഫംഗ്ഷനിലേക്കൊക്കെ വരാനായിട്ട് സമയമെടുക്കും. സോ നീഡ് ഓഫ് ഫിസിയോതെറാപ്പിസ്റ്റ് ഒക്കെ ചിലപ്പോൾ വേണ്ടി വരും. പിന്നെ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ്, നമ്മുടെ ശ്വാസോച്ഛ്വാസവും സ്വയമല്ലല്ലോ എടുക്കുന്നത്, ഇത് സപ്പോർട്ട് ചെയ്തൊക്കെ അല്ലേ. അപ്പൊ അവർ അത്രയും ദിവസം ഇതിന്റെ വെന്റിലേഷനിൽ കിടക്കുന്നതുകൊണ്ട് സ്വയം ആ ഒരു റെസ്പിറേറ്ററി ആക്ടിവിറ്റി ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് അതിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ്, പിന്നെ the nurse who are liable to take care of them, അവരെ ശുശ്രൂഷിക്കാനായിട്ട് അവിടെ ആ സമയത്ത് വേണ്ട ഒരു നേഴ്സ് ഉണ്ടെങ്കിൽ അവര്. അപ്പൊ ഇത്രയും ആളുകളൊക്കെ ഒരു മെക്കാനിക്കൽ വെന്റിലേറ്റർ പേഷ്യന്റിനെ കെയർ ചെയ്യേണ്ടവരാണ്. ആ ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർ ഇവരൊക്കെയാണ്. ക്ലിയർ ആയോ? ഫിസിഷ്യൻസ്, അനസ്തെറ്റിസ്റ്റ്, പൾമിനറി സ്പെഷ്യലിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ് ഓർ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ആൻഡ് നഴ്സസ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. ആരൊക്കെയാണ് മെക്കാനിക്കൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിനെ അറ്റൻഡ് ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ളവര് ചിലപ്പോൾ ചോദിക്കും. അപ്പൊ അത് നമ്മൾ ഇങ്ങനെ ഇതാക്കാം. ലാസ്റ്റ് പാർട്ട് തീർന്നു, ഇതും കൂടി ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ വെന്റിലേറ്റർ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മുടെ തീരും. അതെ, ഇനി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ്, അതായത് ഒരു വെന്റിലേറ്റഡ് പേഷ്യൻസിന് എന്താ പറയാ, അവർക്ക് കൃത്യമായ രീതിയിലുള്ള ട്രീറ്റ്മെന്റ്, ക്വാളിറ്റി ട്രീറ്റ്മെന്റ് ഒക്കെ കിട്ടുന്നുണ്ടോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തണം. വെന്റിലേറ്റഡ് പേഷ്യൻസിനെ വെന്റിലേഷന്റെ സപ്പോർട്ടോടെ അവിടെ കൊണ്ടുപോയിട്ടിട്ട് ഓക്കെ ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ നടന്നോളും എന്ന് വിചാരിച്ചിട്ടല്ല, അതിന് വേണ്ട സഹായ സഹകരണങ്ങൾ എല്ലാം തന്നെ നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പ്രൊവൈഡ് ചെയ്യണം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വിഭാഗം അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഹു ഈസ് ഇൻ ചാർജ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ്, അതായത് നമ്മളുടെ HA ഡിപ്പാർട്ട്മെന്റുകാര്, അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പൊ അവരാണ് ദേ ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ്, അവർ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളാണ് ഇനി അടുത്ത് പറയുന്നത്. പ്രിവെന്റീവ് മെയിന്റനൻസ് ഓഫ് എക്യുപ്മെന്റ് ബി ഡൺ പീരിയോഡിക്കലി. ഈ എക്യുപ്മെന്റിലെ, അതായത് വെന്റിലേഷൻ എന്ന് പറയുന്ന പ്രൊവൈഡ് ചെയ്യുന്ന എക്യുപ്മെന്റ്, അത് ആവശ്യാനുസരണം അതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. എന്ന് വെച്ചാൽ എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടുകളുണ്ടോ, പ്രോപ്പറായിട്ട് ശ്വാസം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനത്തിന് സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്തില്ലെങ്കിലോ അപ്പൊ പിന്നെ കഴിഞ്ഞില്ലേ അല്ലെ. ആൾക്ക് ഒരു ജീവൻ നിലനിർത്താൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഒരു സാധനം സപ്പോർട്ട് കൊടുക്കുന്നു. പക്ഷെ ആ സപ്പോർട്ട് കൊടുക്കേണ്ട മെഷീൻ തന്നെ
എന്താ പറയാ മോശമായാലോ, അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് പീരിയോഡിക്കലി മെയിൻറ്റെയിൻ ചെയ്തോളണം. അല്ലെങ്കിൽ കേടുപാടുകളുണ്ടോ, ആ കേടുപാടുകൾ ഉണ്ടെങ്കിൽ അത് ഇല്ലാന്ന് ഉറപ്പ് വരുന്നത്, അത് മെയിൻറ്റെയിൻ ചെയ്യണം. റിപ്പയർമെന്റോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്ത് സൂക്ഷിക്കണം. അത് വെൽ വർക്കിംഗ് ആണോ, വർക്കിംഗ് കണ്ടീഷനിലാണോ, ഓക്കെ ആണോ എന്നൊക്കെ ശ്രദ്ധിക്കണം. അത് ആരാണ് ശ്രദ്ധിക്കേണ്ടത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് അതിന് ഇനിഷ്യേഷൻ എടുക്കേണ്ടത്. മനസ്സിലായോ? പ്രിവെന്റീവ് മെയിൻ്റെനൻസ് ഓഫ് എക്യുപ്മെന്റ് ടു ബി ഡൺ പീരിയോഡിക്കലി. അത് ഇടയ്ക്കിടയ്ക്ക്, അത് പീരിയോഡിക്കലായിട്ട് ഒരു മാസം അത് ചെക്ക് ചെയ്തു, അടുത്ത മാസം വീണ്ടും അത് ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ അത് നമ്മളത് പരിശോധിച്ചല്ലേ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു മെഷീനോ അല്ലെങ്കിൽ എക്യുപ്മെന്റോ ഇടയ്ക്ക് വെച്ച് കേടാവാൻ അല്ലെ, ബ്രേക്ക് ഡൗൺ ആയതിനായിട്ട് അധികം സമയമൊന്നും വേണ്ട. അപ്പൊ എല്ലാം മെക്കാനിക്കലാണല്ലോ. അപ്പൊ അത്തരം സപ്പോർട്ട് കൊടുക്കുന്ന മെഷീൻസ് പോലും അത് മെക്കാനിക്കലി അത് ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ആളുടെ ജീവനെ പിടിച്ചു നിർത്താൻ പറ്റില്ല. അപ്പൊ അത് പീരിയോഡിക്കലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ ഒബ്റ്റൈനബിളി വെൽ ട്രെയിൻഡ് സ്റ്റാഫ് ആണ് പേഷ്യൻസിനെ, വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യാൻ അല്ലെങ്കിൽ അവരെ കെയർ ചെയ്യാനായിട്ട് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫിനെ തന്നെ നിയോഗിക്കണം. അല്ലാതെ ആരെങ്കിലും ചെയ്താൽ മതി, കുഴപ്പമില്ല, ആളവിടെ കിടക്കുന്നുണ്ട് അത് നോക്കിയാൽ മതി, അങ്ങനെയല്ല. വെൽ ആയിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ തന്നെയായിരിക്കണം ഇത്തരം പേഷ്യൻസിനെ ടേക്ക് കെയർ ചെയ്യേണ്ടത്. വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിനെ. ക്ലിയർ ആയോ? സെക്കൻഡ് പോയിന്റ്, ഫസ്റ്റ് പോയിന്റ് മനസ്സിലായോ? ഓക്കെ അല്ലേ? സ്ട്രിക്ട് പ്രോട്ടോകോൾ ടു ബി ടേക്കൺ ടു കെയർ ദ വെന്റിലേറ്റഡ് പേഷ്യൻസിനെ. കൃത്യമായിട്ടുള്ള പ്രോട്ടോകോൾ അനുസരിച്ച് ഒരു വെന്റിലേറ്റഡ് പേഷ്യൻസിനെ എങ്ങനെ നമ്മൾ നോക്കണം, പരിചരിക്കണം എന്നുള്ളതിന് ഒരു പ്രോട്ടോകോൾ ഉണ്ടെങ്കിൽ അത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യും. അതിന് കൃത്യമായ ആ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് തന്നെ അവരെ ശുശ്രൂഷിക്കണം, കെയർ ചെയ്യണം. അല്ലാതെ തോന്നിയ പോലെ, ഓരോരുത്തർക്കും അവരവരുടെ തോന്നിയ പോലെയല്ല. അതിന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓരോ ചില കാര്യങ്ങൾ ഉണ്ടാവും. ആ വെന്റിലേറ്റഡ് പേഷ്യൻസിനെ ഹൗ ടു കെയർ ചെയ്യണം, എങ്ങനെ അവരെ കെയർ ചെയ്യണം, അവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ അത് കൃത്യമായിട്ട് പാലിക്കുക. പ്രോട്ടോകോൾ കൃത്യമായിട്ട് പാലിച്ച് തന്നെ വേണം അവരെ നോക്കാനായിട്ട്. ആൻഡ് ഓൾസോ സഫീഷ്യന്റ് റിസോഴ്സസ് ഷുഡ് ബി അവൈലബിൾ. ഒരു വെന്റിലേറ്റഡ് പേഷ്യൻസിന് എന്തൊക്കെ കാര്യങ്ങൾ വേണോ അതിന് വേണ്ട സഫീഷ്യന്റ് ആയിട്ടുള്ള റിസോഴ്സസ്, അവിടുത്തെ എക്യുപ്മെന്റുകൾ കൂടാതെ തന്നെ മറ്റെന്തൊക്കെ സൗകര്യങ്ങളാണോ ഒരു വെന്റിലേറ്റഡ് പേഷ്യൻസിന് കൊടുക്കേണ്ടത് അത്തരം റിസോഴ്സസ് എല്ലാം അവൈലബിൾ ആയിരിക്കണം. അല്ലാണ്ട് പകുതി സാധനം ഉണ്ട് പകുതി സാധനം ഇല്ല, അത് കുഴപ്പമില്ല, അതില്ലെങ്കിൽ ഇങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞല്ല ചെയ്യേണ്ടത്. വെന്റിലേറ്റഡ് പേഷ്യൻസിന് വെന്റിലേഷൻ സപ്പോർട്ട് കൊടുക്കുന്നതോടൊപ്പം തന്നെ വാട്ട് എവർ നെസസറി റിസോഴ്സസ് ആർ നീഡ്, മറ്റെന്തെങ്കിലും റിസോഴ്സസ് പേഷ്യന്റിനെ എന്താ പറയാ അവർക്ക് സപ്പോർട്ട് കൊടുക്കുമ്പോൾ അവർക്ക് വേണ്ട എന്തെങ്കിലും തരത്തിലുള്ള അവരുടെ ഡ്രസ്സിങ്ങോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ എന്തൊക്കെയാണോ അവിടെ അവൈലബിൾ ആകേണ്ടത് അത് കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. പകുതി സാധനങ്ങളുണ്ട് പകുതിയൊന്നും ഇല്ല എന്നുള്ള രീതിയിലാകരുത്. മനസ്സിലായോ? സഫീഷ്യന്റ് റിസോഴ്സസ് ഷുഡ് ബി അവൈലബിൾ. മനസ്സിലായോ? ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഇതൊക്കെയാണ് ഒരു വെന്റിലേറ്റർ എന്ന് പറയുന്ന ചാപ്റ്റർ. വെന്റിലേറ്റർ എന്ന് പറയുന്ന ഒരു ലൈഫ് സേവിങ് മെഷീൻ ആണ്. ഇതൊരു രോഗം മാറാനുള്ള ഒരു കാര്യമല്ല, ഇതൊരു രോഗത്തിന് വേണ്ടിയിട്ടുള്ള മരുന്നല്ല, അല്ല, ഇറ്റ്സ് നോട്ട് എ ഡ്രഗ്. ഇതൊരു രോഗം ഭേദമാക്കാനുള്ള ഒരു കാര്യമല്ല. ഇറ്റ് ഈസ് എ ലൈഫ് സേവിങ് മെഷീൻ. ലൈഫ് സപ്പോർട്ട് ചെയ്യാൻ, സേവ് ചെയ്യാനുള്ള ഒരു മെഷീൻ മാത്രമാണ്. വെന്റിലേഷന്റെ സപ്പോർട്ടോടെ നമുക്ക് എന്താ പറയാ രോഗിയുടെ ജീവനെ ദിവസങ്ങളോടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ തന്നെ സ്റ്റേ ബാക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു യന്ത്രമാണ്. അപ്പൊ അത് ഹാൻഡിൽ ചെയ്യുമ്പോൾ അതിനു വേണ്ടി കൊടുക്കേണ്ട കെയർ, ആ ഒരു പേഷ്യന്റ് ചിലപ്പോൾ ചില റിസ്കുകളൊക്കെ അതുമായി ഫേസ് ചെയ്യും, അതെന്താണെന്നും പിന്നെ ആരൊക്കെയാണ് അവരെ ടേക്ക് കെയർ ചെയ്യേണ്ടത്, പിന്നെ എന്തൊക്കെയാണ് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് മേക്ക് ഷുവർ ചെയ്യേണ്ടത് റിഗാർഡിംഗ് വെന്റിലേറ്റർ, ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? യെസ്. സോ അത് ആ ചാപ്റ്റർ നമ്മുടെ തീർന്നു. ഇനി നമുക്ക് നമ്മളുടെ എടുക്കാനുള്ളത് അടുത്ത ചാപ്റ്റർ നമുക്ക് മൊഡ്യൂൾ 2 മൊഡ്യൂൾ 1 എല്ലാവരെയും തീർന്നോ? ടീച്ചർമാരുടെ തീർന്നോ? പറയോ? മൊഡ്യൂൾ 1 എല്ലാ ടീച്ചേഴ്സിന്റെ തീർന്നോ? ഇല്ല. ഓക്കെ. തീർന്നോളൂ കേട്ടോ, പേടിക്കൊന്നും വേണ്ട. ഒരാളുടെ തീർന്ന് വെച്ച് അയ്യോ അവരെ തീർന്നിട്ടില്ലല്ലോ, ടീച്ചറിന്റെ തീർന്നല്ലോ അങ്ങനെ വിചാരിക്കണ്ട കേട്ടാ. ഇതിന് ടൈം, അവരുടെ ടൈം ഡ്യൂറേഷൻ നമുക്കറിയാം. അതനുസരിച്ചിട്ട് ഓരോരുത്തരും അവരവരുടെ രീതിയിലുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ എടുത്ത് ഒക്കെ തീർത്തോളൂ കേട്ടോ.
കാണണ്ടോ? മൊഡ്യൂൾ 2 നിങ്ങൾക്ക് കാണാൻ പറ്റണ്ടോ? കാണണ്ടല്ലേ? മൊഡ്യൂൾ 2 ആണ്. അതെനിക്ക് കാണാനല്ലോ. ഇല്ല, മൊഡ്യൂൾ 2 കാണാനില്ലല്ലോ. മൊഡ്യൂൾ 2 ല്ലേ നമുക്ക് എടുക്കേണ്ട ചാപ്റ്റർ ഞാൻ പറയാം, നിങ്ങൾ എടുത്തോ. CSSD, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. എത്രാമത്തെ ചാപ്റ്റർ എന്ന് നോക്കി എടുത്തേ? സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ആണ്. പ്രസന്റ് ചെയ്തിട്ടില്ല. വാട്ട് ഈസ് ദ പ്രോബ്ലം? ആ 5, ചാപ്റ്റർ 5. വേറെ എടുക്കാം. സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് കേട്ടിട്ടുണ്ടോ? എന്തിനു വേണ്ടിയിട്ടുള്ളതാ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്? അതെ, എക്യുപ്മെന്റ്സ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒന്ന് വായിച്ചു നോക്കിക്കോട്ടെ, പഠിക്കും. ഞാനതൊന്ന് ശരിയാക്കട്ടെ. ലാഗാണല്ലോ. കേട്ടോ. വിളിക്കാം, ശരിയാവുള്ള വിളിച്ചിട്ടാ വിളിക്കട്ടെ.
ഇടയ്ക്ക് അങ്ങനെ ആവും എന്നാണ് പറയുന്നത്. നമുക്ക് ക്ലാസ് എടുത്ത് തുടങ്ങാം. 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കതൊന്ന് നോക്കാം കേട്ടാ. അങ്ങനെ ഒരു സംഭവം വരും എന്നാണ് പറയുന്നത്. ഞാൻ നോക്കിക്കോളാം കുറച്ചു നേരം കഴിയുമ്പോ ശരിയായോന്ന്. ഓക്കെ, അപ്പൊ CSSD അതാണ് ചാപ്റ്ററിന്റെ പേര്. കുറച്ച് കഴിയുമ്പോൾ നമുക്കൊന്നേ ബാക്ക് അടിച്ചിട്ട് നോക്കാം ശരിയായോ കേട്ടോ. തൽക്കാലം നമ്മളൊരു ക്ലാസ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സമയം പോകുന്നത്. ജസ്റ്റ് നിങ്ങളുടെ കയ്യിലൊക്കെ നോട്ട് ഉണ്ടല്ലോ അല്ലെ? അപ്പൊ കയ്യിലുണ്ടല്ലോ, അപ്പൊ അറിയാൻ പറ്റും ഇവിടെ എടുക്കുന്നത്. 5ാമത്തെ ചാപ്റ്ററിൽ എത്തിയോ? സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് വിച്ച് ഈസ് ഷോർട്ട് ആൻഡ് ആസ് CSSD കേട്ടോ. അപ്പൊ CSSD എന്ന് പറയുന്ന നമ്മളുടെ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ആണ്. See, for the controlling of infections in hospitals, it is very necessary to disinfect every surgical equipment. അല്ലെ? അതൊരു ഹോസ്പിറ്റൽസിൽ പലതരത്തിലുള്ള സർജിക്കൽ എക്യുപ്മെന്റ് ഉപയോഗിക്കുന്നുണ്ട്. പല പ്രൊസീജിയേഴ്സും കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പല എക്യുപ്മെന്റുകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ഈ എക്യുപ്മെന്റുകളൊക്കെ ഇപ്പൊ ഒരാൾ ഉപയോഗിച്ചു, ഒരു ഓപ്പറേഷൻ തിയേറ്റർ എന്ന് വിചാരിക്കും. ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഏതെങ്കിലും ഒരു പേഷ്യൻസിനെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഓപ്പറേറ്റിംഗ് മെഷീൻസ് എന്തെങ്കിലും തരത്തിലുള്ള എക്യുപ്മെന്റുകളൊക്കെ ഉപയോഗിച്ചു. പല കാര്യങ്ങളും നമുക്കറിയാലോ, ഒരു ഓപ്പറേഷൻ നടക്കുമ്പോൾ അതിന് എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്നത്. അപ്പൊ അതൊക്കെ ഉപയോഗിക്കുമ്പോൾ അതൊരാൾ ഉപയോഗിച്ചു, അതൊക്കെ നമ്മുടെ അടുത്ത് മാറ്റി വെക്കുകയാണ്. മാറ്റി വെച്ചിട്ട് എന്താ പറയാ, അടുത്ത ആൾക്ക് ചിലപ്പോ നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ? ഇപ്പൊ ഏതെങ്കിലും ഒരു അസുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നു, അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് കിട്ടുന്നു, അതിന്റെ ഭാഗമായിട്ട് ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ ഇൻ ബിറ്റ്വീൻ നമുക്കറിയാം അതിനകത്ത് ചിലപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഇൻഫെക്റ്റഡ് ആകാൻ പറ്റുന്ന രീതിയിൽ മറ്റുള്ളവരിലേക്കും കണ്ടാമിനേറ്റ് ചെയ്യാൻ പകരാൻ സാധ്യതയുള്ള ചില രോഗങ്ങൾ ചിലപ്പോൾ ആൾക്ക് ഉണ്ടാവാം അല്ലെ? വൈ യൂസിങ് ദീസ് സർജിക്കൽ എക്യുപ്മെന്റ്സ്. അപ്പൊ ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് അത് മാറ്റിവെച്ചു. അങ്ങനെ തന്നെ നമ്മൾ വെറുതെ ജസ്റ്റ് ഒന്ന് കഴുകി അത് അടുത്ത ആൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ ഈ ആളിലുണ്ടായിരുന്ന പല രോഗത്തിന്റെ ജേംസ് അണുക്കളൊക്കെ മറ്റൊരാളിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. സോ വി ഹാവ് ടു കൺട്രോൾ ഇൻഫെക്ഷൻസ്. ഇത്തരം ഇൻഫെക്ഷൻസ് കണ്ടാമിനേഷൻസ് ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യണം. അതിന്റെ ഭാഗമായിട്ട് ഇറ്റ് ഈസ് വെരി നെസസറി ടു ഡിസ്ഇൻഫെക്ട് ഓർ സ്റ്റെറിലൈസ് every equipment. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽസിലുള്ള ഇത്തരം പ്രൊസീജിയേഴ്സിനും സർജറിക്കൊക്കെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റുകളൊക്കെ എന്ത് ചെയ്യണം? സ്റ്റെറിലൈസ് ചെയ്യണം അല്ലെ? അപ്പൊ അത് ബയോ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതായത് മൈക്രോ ഓർഗാനിസംസ് ഒന്നും അതിലില്ലാത്ത രീതിയിൽ അതിൽ നിന്ന് അതൊക്കെ മാറ്റുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്. പിന്നെ മാത്രമല്ല അതിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള പെയിന്റുകളൊക്കെ, അതായത് ഇങ്ങനെ കറയോ ഒക്കെ പുറത്തൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മളുടെ മറ്റുള്ളവരിലേക്ക് കണ്ടാമിനേറ്റ് ചെയ്യാൻ, പിന്നീട് അതൊരു എന്താ പറയാ ഇൻഫെക്ഷൻ ആകാന്, ചിലപ്പോൾ ആ ആൾക്ക് തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ ആ ഒരു സർജറി കൊണ്ട് ഉണ്ടാകുന്ന വല്ല മൂവ്സ് ഒക്കെ ഉണ്ടെങ്കിലേ ചില മുറിവുകൾ അതിൽ കൂടിയൊക്കെ ഇൻഫെക്ഷൻസ് ആകാനൊക്കെ സാധ്യതയുണ്ട്. സോ അപ്രോപ്രിയേറ്റ് സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയർ എല്ലാ തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സിനും എന്ത് ചെയ്യുന്നത്? സജസ്റ്റ് ചെയ്യുന്നുണ്ട് അക്കോർഡിംഗ് ടു ദ റൂൾ. അതായത് നിയമപരമായിട്ട് അങ്ങനെ ചെയ്യണം എന്നാണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ SSI. അതിന് അഗേൻസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ഇൻസ്ട്രുമെന്റ്സും ഇതുപോലെ സ്റ്റെറിലൈസ് ചെയ്യണം, അത് നിർബന്ധമാണ്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് അത്തരം കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മളുടെ ഏത് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. നിങ്ങൾ യൂട്യൂബിലൊക്കെ വേണമെങ്കിലേ അടിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഒരു വലിയൊരു പ്രൊസീജിയർ ആയിട്ട് ഒരു എന്താ പറയാ ഒരു പ്രൊസീജിയർ ആയിട്ട് ഇങ്ങനെ കണ്ടക്ട് ചെയ്യപ്പെടുന്ന ഒരു വലിയൊരു ഏരിയ ഓഫ് ഒരു എന്താ പറയാ സ്പേസില് ഒരു എന്താ പറയാ കുറെ റാക്സ് പോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് അതിനകത്ത് ഈ പറയുന്ന നമ്മുടെ സർജിക്കൽ ഇൻസ്ട്രുമെന്റുകൾ അല്ലെങ്കിൽ എക്യുപ്മെന്റുകൾ എല്ലാം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് സോർട്ട് ചെയ്ത് എല്ലാം കൂടി കൂട്ടിയിട്ട് മാറിയിട്ടിട്ട് ഡിസ്ഇൻഫെക്ടന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്യുന്ന രീതിയിലാണ്. ഓരോ സെക്ഷൻ തിരിച്ച് ചെറിയ ചെറിയ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടായിരിക്കാം, വളരെ ചെറുതൊക്കെ എന്തെങ്കിലുമൊക്കെ പോയിന്റ് ഔട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കേണ്ട നമ്മുടെ ശരീരത്തിനുള്ളിൽ നിന്നൊക്കെ എടുക്കേണ്ട ചില സാധനങ്ങളൊക്കെ ഉണ്ട്, കുഞ്ഞിതൊക്കെ ഈ ഫോർസപ്പ് ഒക്കെ പോലത്തെ സാധനങ്ങൾ. അപ്പൊ ഇങ്ങനെയുള്ള ഈച്ച് ആൻഡ് എവറിത്തിങ് അപ്പൊ ഇതൊക്കെ വലിയതിന്റെ കൂടെ ഇട്ട് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുമ്പോൾ മിക്സ് ആയി പോകാനും ചിലതിനൊക്കെ ഡാമേജസ് വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ അതിലേക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ സോർട്ട് ചെയ്ത് ഓരോ പ്രത്യേകം അതിന് വേണ്ടിയിട്ടുള്ള ട്രേസിലൊക്കെ സോർട്ട് ചെയ്ത് വെച്ചിട്ടാണ് ആ ഒരു പ്രൊസീജിയർ നടക്കുന്നത്. ആരെങ്കിലും അത് നോക്കിയിട്ടുണ്ടോ? അങ്ങനെ യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടോ ആരെങ്കിലും? നോക്കിയവരാരെങ്കിലും ഉണ്ടോ? പറയാമോ? ഇല്ല, ഒന്ന് നോക്കണം കേട്ടാ. അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും വലിയ
ഒരു ഏരിയ സ്പേസ് കവർ ചെയ്തിട്ടാണ് ഈ സാധനം ഇങ്ങനെ ചെയ്യണേ എന്നുള്ളത്. നിങ്ങൾ ഇതൊക്കെ നമ്മൾ പഠിക്കണ്ടല്ലോ. അപ്പൊ പഠിക്കുമ്പോ നമുക്ക് അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് ആവശ്യമുള്ളതല്ലേ. നമുക്ക് ഇപ്പൊ ഈ ലോകത്തുള്ള എല്ലാം കൂടി ഒരുമിച്ച് ഒറ്റയടിക്ക് നമുക്ക് ഇതൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ വി ആർ ഇൻ നീഡ്. ഇപ്പൊ നമുക്ക് ഇതൊരു ആവശ്യമാണ്. നമ്മൾ ഹോസ്പിറ്റൽസിന്റെ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ പരിചയപ്പെട്ട് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിട്ടൊക്കെ ജോലി ചെയ്യാനൊക്കെ പോകുമ്പോൾ നമുക്കൊരു ആവശ്യമാണ്. അപ്പൊ ഇത് എങ്ങനെയാണ് ഇത് ഫംഗ്ഷൻ ചെയ്യുന്നത്? ഇത് ഫംഗ്ഷൻ ചെയ്യിപ്പിക്കലൊന്നും നമ്മുടെ ഡ്യൂട്ടി അല്ല. പക്ഷെ ജസ്റ്റ് ഫോർ ആൻ ഇൻഫോർമേഷൻ ഇതും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതൊക്കെ ഇങ്ങനെ കാണിച്ചത് നല്ല രസമാണ്. അതിന്റെ ആ ഒരു യൂട്യൂബിൽ അതിന്റെ ഇതൊക്കെ കാണാനായിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ കൂടി നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ ആവശ്യമായതുകൊണ്ട് നമുക്കത് കേട്ട് അതെങ്ങനെയാണ് അപ്പൊ അതിങ്ങനെ സോർട്ട് ചെയ്ത് ഒരു എന്താ പറയാ ഇതിനകത്തോട് വെച്ചിട്ട് അത് പഠിക്കും. നമ്മൾ ഇതിന്റെ ഉള്ളിൽ പഠിക്കുന്നുണ്ട്. അത് വെച്ചിട്ട് അത് മൊത്തം സ്റ്റെറിലൈസ് ചെയ്ത ഒരു പ്രൊസീജിയറാണ്. കഴിഞ്ഞ ലാസ്റ്റ് അത് നമുക്ക് എക്സിറ്റ് എന്ന് പറയുന്നത് ഇതിൽ കൂടി നമുക്ക് ഈ പറയുന്ന സാധനങ്ങൾ നമുക്ക് കളക്ട് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് സോർട്ട് ചെയ്ത് ഇങ്ങനെ ഓരോ പാക്കായിട്ട് വെച്ചിട്ട് ഏത് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് കൊണ്ടുവന്നതാണോ അതാത് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് നമുക്കത് കൃത്യമായിട്ട് എത്തിക്കാൻ. ആ ഒരു പ്രൊസീജിയർ മുഴുവനാണ് നമ്മുടെ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്നത്. അപ്പൊ ദേ ആർ ഇൻ റെസ്പോൺസിബിൾ. ഇവർക്ക് അതിനുള്ള ഉത്തരവാദിത്തമുണ്ട്. ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നവരുടെ ഉത്തരവാദിത്തമാണ് ഈ പറയുന്ന സ്റ്റെറിലൈസ്ഡ് എക്യുപ്മെന്റ്സ് ഒക്കെ തന്നെ ഒന്നും തന്നെ മിസ്സാവാണ്ട് ഇതൊക്കെ കൃത്യമായിട്ട് അതത് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് തിരിച്ചെത്തിക്കുക എന്നുള്ളത്. മനസ്സിലായോ? അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളുടെ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാനുള്ളത് ഇവിടെയാണ് കേട്ടോ. Appropriate sterilization of surgical instruments is suggested as one of the basic and accepted measures against surgical site infection, SSI. അവിടെ വേണം അണ്ടർലൈൻ ചെയ്യാം. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് തുടങ്ങുമ്പോൾ ആദ്യം അണ്ടർലൈൻ ചെയ്യേണ്ടത് അതാണ് കേട്ടോ. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. സർജിക്കലിന് തന്നെയല്ലേ എടുക്കുന്ന. സർജിക്കലിന്റെ എസ് കൂടി ഒന്ന് ക്യാപിറ്റൽ ലെറ്റർ ആകണം കേട്ടോ. ഇവിടെ അത് ക്യാപിറ്റൽ ലെറ്റർ അല്ല. ആ ഒരു ലെറ്റർ കൂടി ഒന്ന് ക്യാപിറ്റൽ ലെറ്റർ ആക്കുക. അണ്ടർലൈൻ ചെയ്യേണ്ടത് ഇവിടെ അപ്രോപ്രിയേറ്റ് സ്റ്റെറിലൈസേഷൻ ഓഫ് surgical instruments is suggested as one of the basic and accepted measures against surgical site infection. ഇത് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ പ്രകാരം എല്ലാ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സും എന്താ ബേസിക്കൽ ആയിട്ടുള്ള എല്ലാ ഇൻസ്ട്രുമെന്റ്സും എന്ത് ചെയ്യണം? അവിടെ പറഞ്ഞിരിക്കുന്ന നിബന്ധനകൾക്ക് മെഷേഴ്സിനെ അടിസ്ഥാനമായിട്ട് സ്റ്റെറിലൈസ് ചെയ്തിരിക്കണം. അതൊരു നിയമം കൂടിയാണത്. ഒരാളിൽ ഇത് ഉപയോഗിച്ചിട്ട് സ്റ്റെറിലൈസേഷൻ ഒന്നും ചെയ്യാണ്ട് വേറെ വീണ്ടും അതിനിട്ട് പല രോഗികൾക്കായിട്ട് ഒരുപാട് പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊക്കെ ഒരുപാട് ഇൻഫെക്റ്റഡ് ആകാനുള്ള സാധ്യതയുണ്ട്. പേഷ്യന്റിന് തന്നെയോ മറ്റു പേഷ്യൻസിലേക്കോ പല രീതിയിലുള്ള എന്താ പറയാ കണ്ടാമിനേഷൻ, അതായത് രോഗം എന്താ പറയാ പകരാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. അതാണ് അണ്ടർലൈൻ ചെയ്യേണ്ട സെന്റൻസ് കിട്ടിയില്ലേ? ലാസ്റ്റ് സെന്റൻസ് ആണ്. സർജിക്കൽ സേഫ് ആണോ? സൈറ്റ് ആണല്ലോ. മാറ്റിയിട്ടില്ലേ അത് നിങ്ങളുടെ നോട്ടില്? സർജിക്കൽ സേഫ് എന്നാണോ സൈറ്റ് എന്നാണോ? മാറ്റിയിട്ടുണ്ടല്ലോ. സൈറ്റ് ആണ്, സൈറ്റ് കേട്ടോ, സേഫ് അല്ല. SITE സർജിക്കൽ സൈറ്റ് എന്നാണല്ലോ കിടക്കണേ. സേഫ് ആണോ നിങ്ങളുടെ കിടക്കുന്നേ? അത് മാറ്റിയില്ല. ഒന്ന് തിരുത്തി ചെയ്തേക്കണേ. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്നാണ് SSI. SITE സൈറ്റ് ശരിയാണോ അവിടുത്തെ? ഞാൻ എസ് ഒന്ന് ക്യാപിറ്റൽ ലെറ്റർ ആക്കാനാ പറഞ്ഞേ. സർജിക്കലിന്റെ എസ് ക്യാപിറ്റൽ ലെറ്റർ അല്ല, അതുകൊണ്ട് അതൊന്ന് ക്യാപിറ്റൽ ആക്കാനാ പറഞ്ഞത്. ബാക്കി ശരിയാണ്. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ SSI. ഇനി what do you mean by central sterile supply department? എന്താണ് ഈ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്? അപ്പോ CSSD എന്ന് പറയുന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് it accepts and also distributes and controls all the supplies and equipments, both sterilized or non-sterilized, from every department of a hospital for the care and safety of patients. പേഷ്യൻസിന് കെയർ കൊടുക്കുക, അവരുടെ സുരക്ഷിതത്വം ഈ പറയുന്ന കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ
മുന്നോടിയായിട്ട് അവർക്ക് നല്ല കെയർ കൊടുക്കുക, അവർക്ക് പല രീതിയിലുള്ള രോഗങ്ങൾ പകരാനോ ഒക്കെയുള്ള സാധ്യതകളെ അതൊക്കെ ഇല്ലാണ്ടാക്കി അവരെ സേഫ് ആക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ട് സ്റ്റെറൈലും നോൺ സ്റ്റെറൈലുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എക്യുപ്മെന്റുകളെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, പല ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സ്വീകരിക്കുക, അത് എന്താ പറയാ ഡിസ്ഇൻഫെക്റ്റഡ് ചെയ്യുക, സ്റ്റെറിലൈസ് ചെയ്യുക, മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് തന്നെ തിരിച്ച് അങ്ങോട്ടേക്കൊക്കെ സപ്ലൈ ചെയ്യുക. ഇങ്ങനെയുള്ള സേവനങ്ങളെല്ലാമാണ് നമ്മുടെ CSSD എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത്. അപ്പൊ അവര് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്റർ, അതല്ല മറ്റേതെങ്കിലും ലാബിലോ നമ്മുടെ പേഷ്യൻസിന്റെ പല ഫ്ലൂയിഡുകളോ മറ്റു സാധനമൊക്കെ എടുത്തിട്ടൊക്കെ അവിടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചില ഉപകരണങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ സ്റ്റെറിലൈസ് ചെയ്യേണ്ടി വരും. അപ്പൊ എവിടെ നിന്നൊക്കെയാണോ അവിടെ നിന്നൊക്കെ ഈ പറയുന്ന എക്യുപ്മെന്റുകൾ കളക്ട് ചെയ്യുക, അതിന്റെ പ്രൊസീജിയേഴ്സ് നടത്തുക, എന്താ വെച്ചാൽ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്ന പ്രൊസീജിയർ നടത്തുക, അതിനുശേഷം അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. എല്ലാ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് എടുത്തേക്കുന്നത് അവിടേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നതാണ്. അത് സ്റ്റെറൈൽ ചെയ്തതൊക്കെ തിരിച്ച് അതാത് സ്ഥലങ്ങളിലേക്ക് എത്തിക്കുക. അത് ആണ് നമ്മുടെ ഹോസ്പിറ്റലിലെ CSSD എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ഫോർ ദ കെയർ ആൻഡ് സേഫ്റ്റി ഓഫ് പേഷ്യൻസിന്റെ സുരക്ഷിതത്വത്തിനും അവരുടെ കെയറിങ്ങിനും വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. മനസ്സിലായോ? അവർ കുഞ്ഞു പാരഗ്രാഫ് മനസ്സിലായോ? ആ CSSDയുടെ ഫുൾ ഫോം അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഫുൾ ഫോമും ഷോർട്ട് ഫോമും അണ്ടർലൈൻ ചെയ്യണം. CSSDയിൽ എന്തൊക്കെ സർവീസസ് ആണ് കണ്ടക്ട് ചെയ്യപ്പെടുന്നത്? ആക്സെപ്റ്റ്സ്, സ്റ്റോർസ്, പ്രോസസ്, distributes and controls rational supplies and equipment, both the sterile and non-sterile, from all departments of the hospital for the care and safety of patients. ആ ഫുൾ പാരഗ്രാഫിനകത്ത് ഉണ്ട് അവരെന്തൊക്കെ കാര്യം ചെയ്യുന്നത്. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും എല്ലാ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റെറിലൈസേഷന്റെ സംഭവം വേണ്ടാത്ത ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊന്നും വേണ്ട. സ്റ്റെറിലൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എക്യുപ്മെന്റുകൾ, അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നൊക്കെ പോയി കളക്ട് ചെയ്യുക, അതുകൊണ്ടൊന്ന് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യുക. കൊണ്ടൊന്ന് ഇങ്ങനെ വാരി വെച്ചിട്ടല്ല, അതാത് സ്ഥലങ്ങളിൽ കൊണ്ടു സെപ്പറേറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്യുക. അതിനുശേഷം അതിന്റെ പ്രൊസീജിയേഴ്സ്, ആ പ്രോസസ്സ് ഏത് പ്രോസസ്സ്, സ്റ്റെറിലൈസേഷൻ പ്രോസസ് ചെയ്യുക. പിന്നീട് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അതാത് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ആരൊക്കെയാണോ തന്നെ അവർക്ക് തിരിച്ചു കൊടുക്കുക. അത് സ്റ്റെറൈൽ ആയത് ഒരു സ്ഥലത്ത്, സ്റ്റെറൈൽ ചെയ്യാനുള്ളത് മറ്റൊരു സ്ഥലത്തൊക്കെ കൃത്യമായിട്ടൊക്കെ അറേഞ്ച് ചെയ്തൊക്കെ വെച്ച് പേഷ്യൻസിന്റെ സേഫ്റ്റിയും കെയറും മുന്നിൽ നിർത്തിക്കൊണ്ടായിരിക്കണം ഈ പറയുന്ന സർവീസസ് ഒക്കെ CSSD ചെയ്യുന്നത്. ഓക്കെ, അണ്ടർലൈൻ ചെയ്തോ? ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? ഇനി ഒന്ന് വായിച്ചു നോക്കിയാ ഒരു ഒറ്റ പാരഗ്രാഫ്, കുഞ്ഞു പാരഗ്രാഫാണ്. 3 പ്രാവശ്യം ഞാനിപ്പോ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ മനസ്സിലാവാതിരിക്കില്ലല്ലോ. ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് കളക്ട് ചെയ്യണം, സ്റ്റോർ ചെയ്യണം, പ്രോസസിങ് ചെയ്യണം. പ്രോസസിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റെറിലൈസിംഗ് പ്രോസസ്സാണ്. പിന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, അതായത് ഡിപ്പാർട്ട്മെന്റിലേക്ക്, പ്രൊഫഷണൽ സപ്ലൈസിലേക്ക്. ചിലപ്പോ ചില ഡോക്ടേഴ്സോ മറ്റവരൊക്കെ കൊടുത്തിട്ടുണ്ടാകും എന്തെങ്കിലും. അപ്പൊ അവര് കൊടുത്ത സാധനങ്ങൾ അവർക്ക് എവിടെയാണോ എത്തിക്കേണ്ടത് അവിടെ തന്നെ കൃത്യമായിട്ട് എത്തിക്കുക എന്നുള്ളത്. അത് പേഷ്യൻസിന്റെ സേഫ്റ്റിയും കെയറും ഉദ്ദേശിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യാം. ഓക്കെ, and now let's see what are the objectives of CSSD. ഈ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ടു സപ്ലൈ സ്റ്റെറിലൈസ്ഡ് മെറ്റീരിയൽസ്. എന്തൊക്കെ സാധനങ്ങളാണോ സ്റ്റെറിലൈസ് ചെയ്യാൻ തന്നേക്കണേ ആ മെറ്റീരിയൽസ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം മാത്രം തിരിച്ച് അവർക്ക് കൊടുക്കുക. അല്ലാണ്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് 2 ദിവസം കൂടെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് വെച്ച് 2 ദിവസം കഴിയുമ്പോൾ അവർ തിരിച്ചു കഴിയുമ്പോൾ സ്റ്റെറിലൈസ് ചെയ്തെന്ന് പറഞ്ഞു കൊടുക്കുകയല്ല. സ്റ്റെറിലൈസ് ചെയ്ത എക്യുപ്മെന്റുകൾ, മെറ്റീരിയൽസ് തന്നെ തിരിച്ചു കൊണ്ടുപോയി കൊടുക്കുക. മനസ്സിലായോ? നമ്മളൊക്കെ ചിലപ്പോ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെയാ ശരി ഇതൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങോട്ട് കൊടുക്കും. അതുപോലെയല്ല, ഇത് സ്റ്റെറിലൈസ് ചെയ്ത് എന്ന് ഉറപ്പുവരുത്തി അതിന്റെ പാക്കിങ്ങില് ആ സ്റ്റെറിലൈസേഷന്റെ ആ ഒരു മുദ്ര ഉണ്ട്, നമ്മളിവിടെ അടുത്ത് പഠിക്കും കേട്ടോ. അപ്പൊ ആ ഒരു കൃത്യമായിട്ട് അതെല്ലാം ചെയ്ത് അത് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മറ്റുള്ളവർക്ക് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് കൊടുക്കുന്നത്. അപ്പൊ അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കണം ഇതൊക്കെ എല്ലാം ശരിയായോ എന്നുള്ളത്. പിന്നെ ടു കോൺട്രിബ്യൂട്ട് റിഡക്ഷൻ ഇൻ ദ ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ. ഇനി ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽസിൽ പല രീതിയിലുള്ള ഇൻഫെക്ഷൻസിനെയും കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ ഇൻഫെക്ഷൻസിനെ റെഡ്യൂസ് ചെയ്യുക. അതായിരിക്കും ഇവരുടെ ഉത്തരവാദിത്തം. മനസ്സിലായോ? അതായത് ഹോസ്പിറ്റൽസിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇതുപോലെയുള്ള ഇൻഫെക്ഷൻസ്, എന്തെങ്കിലും സ്റ്റെറിലൈസേഷനുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ അത് ഇവരുടേതാണ്, ഇവരുടെ തെറ്റാണ്, ഇവരുടെ റോങ് ഇതായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാകാം. അപ്പൊ അത് കുറയ്ക്കുക, ഇത്തരം ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? സ്റ്റെറിലൈസേഷൻ ഡിപ്പാർട്ട്മെന്റിനാണ്. സോ ടു കോൺട്രിബ്യൂട്ട് ഈ റിഡക്ഷൻ ഇൻ ദ ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻസ് ഒരു പകുതി അങ്ങനെയുള്ള സംഭവങ്ങൾ പരമാവധി ഇല്ലാതാക്കാനുള്ള കോൺട്രിബ്യൂഷൻസ് ആണ് CSSD ചെയ്യേണ്ടത്. മനസ്സിലായോ? 2 പോയിന്റ് ക്ലിയർ ആയോ?
ഓക്കെ. ഇനി അടുത്തത് എന്താ തേർഡ് പോയിന്റ്, ടു അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എക്സ്പെൻസീവ് എക്വിപ്മെന്റ്. ഇനി ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ സ്റ്റെറിലൈസേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഒരുപാട് എക്വിപ്മെന്റ്സ് കൊണ്ടുവരും. വലുതും ചെറുതും വലിയ സിസേഴ്സ് ഉണ്ടാകും, ചെറിയ ഫോർസപ്പ് ഉണ്ടായിരിക്കും, അതുപോലെ മുറിക്കുന്ന സാധനമൊക്കെ കുറെ ഉണ്ടാവില്ല. നമുക്കറിയാം, നമുക്ക് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ ഏകദേശം ഇമാജിൻ ചെയ്യാൻ പറ്റും ഒരു ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത്. പണ്ടൊക്കെ ഭയങ്കര ഓപ്പൺ സർജറീസ് ആയിരുന്നു എല്ലാം അല്ലെ. ഇപ്പോഴാണ് കീബോളൊക്കെ അധികം വലിയ എക്യുപ്മെന്റ്സ് ഒന്നും വേണ്ട, അതുപോലെ അകത്തേക്ക് കയറ്റിവിടാൻ പറ്റുന്ന ഒരു സ്പെഷ്യലി ഡിസൈൻ ആയിട്ടുള്ള ക്യാമറയൊക്കെ കയറ്റിവിട്ടിട്ട് ആ ഒരു പർട്ടിക്കുലർ ഓർഗൻ എവിടെയാണോ നമ്മുടെ ഇന്റീരിയർ ഓർഗൻസിൽ എവിടെയാണോ കേടുപാടുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ആ ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് ലക്ഷ്യം വെച്ചിട്ടുള്ള ഇതിന്റേതായ കാര്യങ്ങളൊക്കെ ഇപ്പൊ ചെയ്യുന്നത്. ഒരുപാട് ഈ പറയുന്ന പോലെ ഓപ്പൺ സർജറിയുടേതായിട്ടുള്ള പല ലിമിറ്റേഷൻസിനൊക്കെ ഇല്ലാണ്ടാക്കാനാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത്. അപ്പൊ പണ്ടൊക്കെ ഓപ്പറേഷൻസ് ഇങ്ങനെയായിരുന്നു, ഇങ്ങനെ കീറി മുറിച്ചൊക്കെ വെച്ചിട്ട് മൊത്തത്തിൽ കീറി മുറിച്ചൊക്കെ വെച്ചിട്ട് അങ്ങനെ. അപ്പൊ അതിനൊക്കെ അതിൻ്റെതായ എക്യുപ്മെന്റ്സ് തന്നെ വേണമല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ചെറുതും വലുതും ഒക്കെ ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആയിരിക്കും അത്. അങ്ങനെ വരുമ്പോ ഇതൊക്കെ നമ്മൾ ഇവിടുന്ന് സ്റ്റെറിലൈസ് ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്നൊക്കെ എന്തെങ്കിലും മിസ്സാകാനോ ഇതൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജസ് വരാനോ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ ഒഴിവാക്കുക. അതിന് ഒഴിവാക്കാനും നമ്മളുടെ CSSD ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാണ്. ടു അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എക്സ്പെൻസീവ് എക്യുപ്മെന്റ്സ്. അപ്പൊ ഇതൊക്കെ എന്തെങ്കിലും കേടുവന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന്റെ നമുക്ക് വേറെ അതിന് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വേറെ എടുക്കേണ്ടി വരും അല്ലെ. കാരണം ഇതൊക്കെ വില കൂടിയ എക്യുപ്മെന്റുകളാണ്. ഇനി അതിന് ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടുവരിക അല്ലെങ്കിൽ അതിന്റെ ഒറിജിനൽ എന്ന് ചിലപ്പോൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ CSSD വിഭാഗമാണ്. സെൻട്രൽ സ്റ്റെറിലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ് ആണ്. മനസ്സിലായോ? മൂന്നാമത്തെ പോയിന്റ് മനസ്സിലായോ? ടു അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എക്സ്പെൻസീവ് എക്യുപ്മെന്റ്. ഓക്കെ. To keep records of the efficacy of the cleaning, disinfection and sterilization process. ഇവര് സ്റ്റെറിലൈസ് ചെയ്യുന്ന എന്ത് സാധനങ്ങളാണെങ്കിലും അതിന്റെ കൃത്യമായിട്ട് റെക്കോർഡ് വേണം. എന്തൊക്കെ എക്യുപ്മെന്റ്സ് സ്റ്റെറിലൈസേഷന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്, ഹാവ് ടു റെക്കോർഡ്. അത് റെക്കോർഡ് ചെയ്യണം. ഇന്ന സാധനങ്ങൾ, അപ്പൊ ഇത്രയും സാധനങ്ങൾ, ഇത്ര സിസേഴ്സ്, ഇത്ര ഫോസറ്റ്സ്, അല്ലെങ്കിൽ ഇത്ര സാധനം, അത് ഓരോന്നും കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യണം. കാരണം ബൈ റിട്ടേണിങ് ഇറ്റ്, ഇതൊക്കെ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ഇത്രയും തന്നെ വേണമെന്ന് ഒരു കൊണ്ടപ്പോ ഇത്രയും ഉണ്ടായിരുന്നു, തിരിച്ചു വരുമ്പോ അത്രയും ഇല്ല, അങ്ങനെ പാടില്ല. അപ്പൊ അതിനൊക്കെ ഒരു റെക്കോർഡ്സ് വേണം. റെക്കോർഡ് ഉണ്ടായാലല്ലേ നമുക്കത് ക്രോസ് മാറ്റിയിട്ട് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ കൊണ്ടുവന്നതൊക്കെ തിരിച്ചു പോകുമ്പോൾ കൊണ്ടുവന്നുണ്ടോ എന്നുള്ളത്. അത് അവരുടെ ഡ്യൂട്ടിയാണ്, റെസ്പോൺസിബിലിറ്റിയാണ്. ടു കീപ് ദ റെക്കോർഡ്സ്. റിസീവ് ചെയ്യുന്ന, അതുപോലെ തന്നെ റിസീവ് ചെയ്തതിനു ശേഷം അത് ക്ലീൻ ചെയ്തു, ഡിസിൻഫെക്റ്റൻ ചെയ്തു, സ്റ്റെറിലൈസേഷൻ പ്രോസസ് കഴിഞ്ഞു, ആഫ്റ്റർ റിട്ടേണിങ് ഇറ്റ് അത് റിട്ടേൺ ചെയ്യുന്ന സമയത്തും ഇത്രയും തന്നെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് തിരിച്ചു കൊടുക്കേണ്ടത്. സോ അതും അവരുടെ ഒബ്ജക്റ്റീവ് ആണ്. എല്ലാ സാധനങ്ങളും തിരിച്ച് ഇങ്ങോട്ട് കിട്ടിയത് തന്നെ കൃത്യമായിട്ട് തിരിച്ച് അങ്ങോട്ടേക്ക് എത്തിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു ലക്ഷ്യമാണ്. CSSD. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ നാലാമത്തെ പോയിന്റ് വരെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇവിടെ വരെയൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. അടുത്ത പോയിന്റ് തുടങ്ങി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. നമ്മുടെ മേജറിന്റെ ചാപ്റ്റർ കുറച്ച് ഒരു 1.5 പേജ് അങ്ങനെ അത്രയും കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതും പിന്നെ CSSD ഇത്രയും ഭാഗമായിട്ട് എടുത്തേക്കണേ. നന്നായിട്ട് വായിച്ചൊക്കെ നോക്കിയിട്ട് വരിക. നമുക്ക് ബാക്കി ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, വായിച്ചു നോക്കിയിട്ട് വരണം. സിമ്പിൾ ചാപ്റ്റർ ആണ്. മറ്റേത് സിമ്പിൾ ആയിരുന്നു, വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇത് ഓക്കെ. സോ സീ യു. താങ്ക് യു.